Alhamdulillah. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbi zidni ilman nafi'an wa amalan muttaqabbala rizqan halalan tayyiban quluban khashi'a. Amma ba'd. Assalamu alaikum warahmatullahi wabarakatuh. നമ്മുടെ ഇന്നത്തെ വിഷയം തഹജുദിന്റെ മഹത്വങ്ങൾ അഥവാ തഹജുദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഓഫറുകൾ അല്ലേ. കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഹൂൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ അല്ലേ. അവർ രാത്രിയിൽ ധാരാളമായിട്ട് അള്ളാഹുവിനോട് ഉറക്കമൊഴിഞ്ഞിരുന്ന് അല്ലേ അള്ളാഹുവിനായിട്ട് പാപമോചനം തേടുന്ന ആളുകളായിരിക്കും. സത്യവിശ്വാസികളെ കുറിച്ചിട്ടുള്ള ഒരു ഖുർആൻ വചനമാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ശാസ്ത്ര സാങ്കേതിക വിദ്യ, നൂതനമായ അറിവുകൾ സൂപ്പർ ജെറ്റ് വിമാനങ്ങളെക്കാൾ വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് കണ്ട വിവരം അല്ല നാളെ അല്ലെ. അത്രക്ക് ഒരുപാട് ഇപ്പൊ ChatGPT ഒക്കെ എന്ന് പറയുന്നത് ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിക്കുന്നുണ്ട്. എന്നിരുന്നാലും മാനവരാശിക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ പല വിവരങ്ങളും വിജ്ഞാനങ്ങളും അങ്ങ് ദൂരെ മാറി നിൽക്കുന്നു എന്ന് വേണം പറയാൻ അല്ലെ. അത് മതവൈജ്ഞാനികതയുടെയും സമാനുഭാവികളുടെയും മാത്രം സ്വകാര്യ സ്വത്തായി മാറുന്നു. മാഹുവ സ്വലാത്തുൽ തഹജുദ്, എന്താണ് തഹജുദ് നമസ്കാരം എന്നാൽ അല്ലേ. അക്റബുമായ യകൂനു റബ്ബൻ മിനൽ അബ്ദി ഹിയ ജൗഫിൽ ലൈലിൽ ആഖിർ. ആരെങ്കിലും അള്ളാഹുവുമായിട്ട് അടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവുമായിട്ട് അടുക്കട്ടെ അല്ലെ. അൻ തകൂനു മിമ്മൻ യദ്കുറുല്ലാഹ ഫീ തിൽക സാഅതി ഫഖുൽ. ആ സമയത്ത് അള്ളാഹുവുമായിട്ട് അവൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കട്ടെ. അപ്പൊ ആ സമയത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹുവുമായിട്ട് അടുക്കാൻ പറ്റിയ ഒരു സമയവുമാണ്. അള്ളാഹു എൻസിലു തബാറകല്ലാഹു തആല ഇല സമാഇ ദുനിയ അല്ലെ. 7ാം ആകാശ ലോകത്തിനപ്പുറത്ത് നിന്ന് അള്ളാഹു താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു മഹത്തായ സമയവും കൂടിയാണ്. അപ്പൊ അതിനടുക്കാനുള്ള ഏറ്റവും വലിയൊരു ഒറ്റമൂലി, അതായത് ഒരു സിംഗിൾ റൂട്ടാണ് അല്ലെ. നമ്മൾ പറയില്ല ഒറ്റമൂലി മരുന്നുകൾ ആയുർവേദത്തിൽ എന്ത് വന്നാലും ഈ ഒരു ഒറ്റമൂലി കഴിച്ചാൽ മതി. അതുപോലെ അള്ളാഹുവിനോട് അടുക്കാനുള്ള ഏറ്റവും വലിയൊരു ഒറ്റമൂലി അല്ലെ, അഫ്ളൽ മെഡിസിൻ, ഏറ്റവും മുന്തിയ മെഡിസിൻ ആണ് ഈ തഹജുദ് നമസ്കാരം. സത്യത്തിൽ ഈ വിഷയത്തിൽ ഒരു കാര്യം തുറന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അതെന്റെ ഒരു അഭിപ്രായമാണ്. മതസൗഹാർദ്ദ ദഅവ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒറ്റ നോട്ടത്തിൽ നല്ല വിവരമുള്ളവരും ഹൃദയത്തിൽ തഖ്വയുണ്ടെന്ന് നമുക്ക് കണ്ടാൽ തോന്നുന്നതുമായിട്ടുള്ള അവരുടെ ഡ്രസ്സിങ് അങ്ങനെ ആയിരിക്കും, തഖ്വയുള്ള പോലെ ആയിരിക്കും, നല്ല പെരുമാറ്റമായിരിക്കും, പള്ളിക്ക് വേണ്ടിയിട്ടും പിന്നെ സ്വതക്കയും സക്കാത്തിലെല്ലാം മുമ്പിലായിരിക്കും. പക്ഷെ അവരോടൊക്കെ ചോദിച്ചാൽ പലപ്പോഴും അവർ പറയുന്നൊരു മറുപടി ഉണ്ട്. എന്താന്നറിയില്ല, നമുക്ക് തഹജ്ജുദിന് എണീക്കാൻ പറ്റുന്നില്ല. അന്നേരം ഗുളിക കുടിച്ച് കിടന്നിട്ട് അല്ലെങ്കിൽ കുട്ടികളെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാത്രി പണിയെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും താമസിച്ചു പോകും. ഞാൻ ചിലപ്പോൾ എണീച്ച 1 റക്അത്ത് അല്ലെ 3 റക്അത്ത് അത്രയൊക്കെ നമസ്കരിക്കും എന്ന് പലരും പറയുന്നേക്കാം. സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്തൊരു സംസാരമാണ് അല്ലേ. ഈ 24 മണിക്കൂറിൽ ഫുള്ളും നമ്മൾ നമ്മുടെ ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് മറ്റുള്ള നാട്ടുകാർക്കും അവരുടെ കല്യാണത്തിനും അവരുടെ വിരുന്നിനും അങ്ങനെ കണ്ട കാര്യത്തിനും വേണ്ടിയൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ സുബ്ഹാനഹു വ തആല രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആകാശലോകത്ത് നിന്ന് താഴോട്ട് 7 ആകാശത്തിന്റെ മുകളിൽ, വെള്ളത്തിന്റെ മുകളിൽ, അർശിന്റെ മുകളിലിരിക്കുന്ന അള്ളാഹു താഴോട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ കിടന്നുറങ്ങാന്ന് വെച്ചങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്, എന്തൊരു എന്താ പറയാ, എനിക്കൊരു വാക്ക് കിട്ടുന്നില്ല അല്ലെ. എന്തൊരു ഇൻസൾട്ടിങ് ആണ് ശരിക്കും. അന്നേരം നമ്മൾ മാക്സിമം ഉണർന്നിരിക്കണ്ടേ. അപ്പം ചോദിക്കും നമുക്ക് ഉണരാൻ പറ്റുന്നില്ലല്ലോ, ക്ഷീണാണ്. അപ്പൊ നമ്മളെ ഷെഡ്യൂൾ മൊത്തത്തിൽ മാറ്റണം ലൈഫിൽ അല്ലേ. നമ്മൾ പണ്ട് ഉറങ്ങിയ പോലെ ഉറങ്ങിയാൽ പോരാ, പണ്ട് എണീറ്റ പോലെ എണീറ്റാ പോരാ, പണ്ട് ഓതിയ പോലെ ഓതിയാ പോരാ, പണ്ട് ദുആ ചെയ്ത പോലെ ദുആ ചെയ്താൽ പോരാ അല്ലെ. പണ്ട് നമുക്ക് കുറച്ച് മൗലവി പഠിപ്പിച്ചെന്ന കുറച്ച് അറബി ദുആകൾ മാത്രമുള്ളതിന് അറിയാം അല്ലെ. ഇപ്പം കുറെ ഹദീസും അതിന്റെ അർത്ഥങ്ങളും അതല്ലാണ്ട് തഹജ്ജുദ് പോലത്തെ പല ബുക്സുകളിലും പല ദുആകൾ, അങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ ദുആകളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് അള്ളാഹിനോട് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് വേറെയും കുറേ കാര്യങ്ങൾ നമ്മുടെ മലയാളത്തിൽ പറയാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നമ്മുടെ ഹസ്ബൻഡുമായിട്ട് സംബന്ധിക്കുന്ന നമ്മളെ ഫാമിലി ഇഷ്യൂസും നമ്മുടെ കുട്ടികളെ പ്രശ്നങ്ങളും നമ്മുടെ കുട്ടിയുടെ ജോലിക്കാര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയണ്ടേ. അപ്പൊ നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹു ഇങ്ങനെ രാവിലെ 2 കൈകളും നീട്ടിയിട്ട് ചോദിക്കാം, മൻ യദൂനി ഇസ്തജിബ് ലക്കും, ആരെന്നോട് ചോദിക്കും ഞാൻ അവന് ഉത്തരം നൽകൂലേ. മൻ
പിന്നെ ഇസ്തഗ്ഫിറൂനി, ആരെന്നോട് പാപമോചനം തേടുന്ന അവന് ഫഗ്ഫിർ ലഹു, അവന് പുറത്തു കൊടുക്കും. മൻ യസ്തജീബുലി, ല്ലേ, ആരെന്നോട് ചോദിക്കുന്നു അവന് ഞാൻ ഉത്തരം. ഇങ്ങനെ പറയുന്ന ഒരു സമയത്ത് നമുക്ക് ഒഴിവില്ല, നമ്മൾ കിടന്നുറങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മളെ അടുക്കള ഭയങ്കര കണ്ടംപറി കിച്ചണാണ്, അത് ഞാൻ നന്നാക്കി വെച്ചിട്ട് എല്ലാം കൂടി ലേറ്റ് ആയിപ്പോയി എന്നൊക്കെ അള്ളാഹിനോട് പറയാൻ പറ്റുമോ? ഈ കിച്ചൺ തന്നത് ആരാണ്? അള്ളാഹു. നമുക്ക് സമയം തന്നത് ആരാണ്? അള്ളാഹു. സമയത്തിൽ ബർക്കത്ത് തന്നത് ആരാണ്? അള്ളാഹു. ദുആ ചെയ്യാൻ പറഞ്ഞത് ആരാ? അള്ളാഹു. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ സമയത്തില്, അതായത് സലഫുസാലികളായ ആളുകളൊക്കെ രാത്രി വളരെ തുച്ഛ സമയം മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് വളരെ തുച്ഛ സമയം മാത്രമേ അവന്റെ പിന്നെ അള്ളാഹുവിനായിട്ട് സംവദിക്കാനുള്ള സമയം കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം, അല്ലെ? കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ തഹജ്ജുദ് എത്ര റക്അത്താണ്, എങ്ങനെ നിസ്കരിക്കണം, എപ്പോൾ നെയ്യത്ത് ചെയ്യണം, ആ നെയ്യത്ത് ചെയ്യുന്നതിന് പിന്നെ ഫവായിലുകൾ, അതായത് രാത്രി കിടക്കുമ്പോഴേ നെയ്യത്ത് വെച്ച് കിടന്നാൽ അതിന്റെ കൂലി കിട്ടും. രാത്രി നെയ്യത്ത് വെച്ച് കിടന്ന് സുബഹിക്ക് അല്ല തഹജ്ജുദിന്റെ സമയത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ പോലും പ്രതിഫലമുണ്ടെന്നും അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? എത്ര റക്അത്ത് നമസ്കരിക്കണം, അഥവാ ഉറങ്ങിപ്പോയാൽ മനഃപൂർവ്വം അല്ലാണ്ട്, അല്ലെ, നമ്മൾ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഉറങ്ങിപ്പോയാൽ അള്ളാഹു അതിന് പ്രതിഫലം തരും എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദ്യോത്തര Q&A സെഷനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത് കേൾക്കാത്തവരും അറിയാത്തവരും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക ഇൻഷാ അല്ലാഹ്. അതാ ഈ പിന്നെ ഞാനൊരു തഹജ്ജുദ് നമസ്കാരത്തിന്റെ ദുആകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ആ പുസ്തകത്തിൽ ഒരുപാട്, ഏകദേശം ഒരു 100 ചില്ലാനം ദുആകൾ ഉണ്ട്. അപ്പൊ അത് മാക്സിമം നിങ്ങൾ അത് വായിച്ചിട്ട് ദുആ ചെയ്യും. കാരണം നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ദുആകൾ മാത്രമേ കിട്ടുള്ളൂ. ഒന്ന് റബ്ബന ആതിന, റബ്ബന വലംന അൻഫുസന, അല്ലെങ്കിൽ റബ്ബന ഹബ് മിൻ അസ്വാജിന, അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൈവിട്ടടത്തുണ്ട്, അല്ലേ? നമുക്ക് സിറാത്ത് പാലം കടത്തി തരണ റബ്ബെ, നമ്മുടെ മുൻഗാമികളായ സലഫുസാലിഹങ്ങളായ ആളുകളെ സ്വർഗത്തിൽ കയറ്റണം, നമ്മളെ കുറെ പൂർവികരായ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ട്, അവരൊക്കെ കുറച്ച് ശിർക്കൊക്കെ ചെയ്തിട്ടാണ് മരിച്ചത്, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ, അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ ഒരു ബുക്കാണ് അത്. പക്ഷെ ആ പുസ്തകം വായിച്ച് നമ്മളും നിങ്ങളൊക്കെ ചെയ്യുന്ന ദുആകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാനും അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യ വലയത്തിൽ ഉൾപ്പെടുത്തുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹു താല അള്ളാഹു പറയുന്നേ, എൻ്റെ സജ്ജനകളായ അടിമകൾക്ക് വേണ്ടി യാതൊരു കണ്ണും കണ്ടിട്ടില്ലാത്തതും യാതൊരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതുമായ വസ്തുക്കൾ നാം ഒരുക്കി വെച്ചിരിക്കുന്നു. ബുഖാരി മുസ്ലിം മുത്തഫഖു അലൈഹിയായ ഹദീസാണ്. അതായത് അവർ രണ്ടാളും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഹദീസിനാണ് മുത്തഫഖു അലൈഹി. അത്രക്ക് ഒരു സ്ട്രോങ് ഹദീസാണ്, അല്ലേ? കാലല്ലാഹു തബാറക അല്ലാഹു തആല, ഹദീസിലും ഉണ്ട്, ഖുർആൻ വചനത്തിലും ഉണ്ട്. സൂറത്തു സജദ 17-ാമത്തെ ആയത്തിലും, അല്ലെ? മാല ഐനു റാത്ത് വല ഉദ്നു സമയത്ത് വല ഖത്തറ അല ഖൽബിൽ ബശർ. അതായത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും, ഈവൻ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും അത്രയും സ്വർഗത്തിലെ മുഴുവൻ കാര്യങ്ങളൊന്നും കാട്ടിക്കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അല്ലെ, ആർക്കും കാട്ടിക്കൊടുത്തില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അല്ലാഹു മാ ഉഖ്ഫിയ ലഹും, അവർക്ക് വേണ്ടി ഞാൻ സ്വകാര്യമായിട്ട് സൂക്ഷിച്ച കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ സ്വർഗത്തിനെ പറ്റി പറയുമ്പോൾ പല മർക്കട മുഷ്ടികൾ പറയും, ഇതെന്താ ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഹൂർലിങ്ങൾ, പെണ്ണുങ്ങൾക്കില്ലേ? സ്വർഗത്തില് പിന്നെ എന്താണ് കുറെ വീടുകളുണ്ട് എന്നായിരുന്നു, എന്തിനാ അത്ര വീടുകൾ? ഇങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ നമ്മളെ പരിഹരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു രൂപഭാവന മാത്രമേ ഉള്ളൂ. ഒന്നും ഇവിടുത്തെ ഒറിജിനലായിട്ട് യാതൊരു സാമ്യവും ഇല്ലാത്തതാണ് സ്വർഗം, അല്ല സോറി, സ്വർഗത്തിലത്തെ ഒറിജിനലായിട്ട് ഇവിടുത്തെ ഉള്ള യാതൊരു സാമ്യമില്ല. അത്രയ്ക്ക് മനോഹരമായതും മെയിൻ്റനൻസ് വേണ്ടാത്തതും. ഇപ്പൊ വീട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരം വലിയ വീടായിരിക്കും. ഇവിടെയൊക്കെ വലിയ സ്ക്വയർ ഫീറ്റ് ഉള്ള 5000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ അത് കൊണ്ടു നടക്കാനൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കില്ലേ? നല്ല മെയിൻ്റനൻസ് വേണം, പണിക്കാർ വേണം. അതേസമയം അവിടെ ആണെങ്കിൽ അതിറ്റാലത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുൻ ഫയകൂൻ പറയുമ്പത്തിന് ഉണ്ടാവുകയേ വേണ്ടു. അതിറ്റാലത്തെ വീടുകൾ ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത് ആർക്കാണെന്ന് പറയുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, 2 വ്യക്തികളുടെ കാര്യത്തിൽ അള്ളാഹു അത്ഭുതപ്പെടും. തണുപ്പുള്ള രാത്രിയിൽ എഴുന്നേറ്റ് വുളു ചെയ്ത് നമസ്കാരത്തിൽ നിൽക്കുന്ന ഒരാൾ,
അവനെ കാണുമ്പോൾ മലക്കുകളോട് അഭിമാനത്തോടെ പറയും, മലക്കുകളെ, എൻ്റെ അടിമകളെ നിങ്ങൾ കണ്ടില്ലേ? തൻ്റെ വിരിപ്പും പുതപ്പും ഭാര്യയും ഭർത്താവും എല്ലാം വിട്ട് എൻ്റെ പ്രതിഫലം മോഹിച്ച് നമസ്കരിക്കുന്നത്. തീർച്ചയായും അവർ ചോദിച്ചതെല്ലാം ഞാൻ നൽകും. ഭയപ്പാടിൽ നിന്നെല്ലാം നിർഭയനാകും. അഹമ്മദ് ഇമാം തൊബറാനി മുതലായ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയപ്പാടുണ്ടാവൂല, നമ്മൾ ചോദിക്കുന്നതെല്ലാം നൽകും എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്. റിപ്പോർട്ട് ചെയ്ത ഇബ്നു മസൂദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ. അപ്പൊ ആ സമയത്ത് പുതപ്പിന്റെ ഉള്ളിൽ, നിങ്ങൾക്ക് അറിയാം 2:30 മണിക്ക് 3 മണിക്കൊക്കെ അലാറം അടിക്കുമ്പോൾ നല്ല AC ഫാനൊക്കെ ഇട്ട് കിടക്കുമ്പോൾ ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അവിടുന്ന് എണീറ്റ് പോരാന്ന് ഇച്ചിരി ടാസ്ക് ആണ് അല്ലെ. അപ്പൊ നമ്മളോട് ബിരിസ് പറയും, ലക്ഷം കൂടി കിടന്നോ, സാരമില്ല, സുബഹി ആവട്ടെ, അപ്പൊ ഞാൻ വിളിക്കും, അപ്പോൾ എണീറ്റാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെങ്ങനെ നിർബന്ധിച്ച് കിടത്തു. ഞാനും വിളിക്കും എന്നല്ല പറഞ്ഞത്. അങ്ങനെ പറയുമ്പോ തന്നെ നമ്മൾ എപ്പുറത്തു നിന്നുള്ള കരിയും പറയുന്നുണ്ട്, എണീച്ചേ ഫാത്തിമ, കിടക്കണ്ടേ, തഹജ്ജുദ് മിസ്സാവേ, അങ്ങനെ പറഞ്ഞ നമുക്കിട്ട് ശരിക്കും ആക്ച്വലി ഉറക്കിട്ട് വരികയില്ല. അതേസമയം ഇബ്ലീസിന്റെ അള്ളാഹുവിന്റെ ഇടക്കുള്ള മലക്കിന്റെ രണ്ടിന്റെയും കൂടെ ഒരു സംഭാഷണമാണ് അവിടെ നടക്കുക അല്ലെ. അപ്പൊ നമ്മളത് ആ കയറ് പൊട്ടിച്ച് നമ്മൾ ഇറങ്ങി നിസ്കരിച്ച് വന്ന് ബാത്റൂമിൽ വന്ന് ഒളു എടുക്കണമെങ്കിൽ അതിന് മാത്രം ഒരു എന്ത് വേണം? തഖ്വ വേണം അല്ലെ. തഖ്വ ഇല്ലാത്തവർക്കൊന്നും അത് സാധിക്കില്ല. അള്ളാഹു തെരഞ്ഞെടുത്ത്, അള്ളാഹു ചൂസ് ചെയ്ത ചില ആളുകൾക്ക് മാത്രമാണ് ആ ഭാഗ്യം ലഭിക്കുക. നിങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് റബ്ബേ. എന്നിരുന്നാലും എനിക്കിത് ഫുള്ളൊന്നും പറയാൻ കഴിയില്ല. 100 സംതിങ് കാര്യങ്ങൾ. ഇങ്ങനെ ഒരു പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനും എഴുതിയിട്ടില്ല കേട്ടോ. തഹജ്ജുദിന്റെ മഹത്വങ്ങൾ എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഞാൻ എഴുതാൻ വിചാരിച്ചിട്ട് എഴുതിയിട്ടില്ല. പക്ഷെ അങ്ങനെ അത് മാത്രമായിട്ടുള്ള ഒരു ബുക്ക് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധയപ്പെടുത്തിയ ഉപകാരമായിരിക്കും. അപ്പൊ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, തൗറാത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവിയും കേൾക്കാത്ത, ഒരാളും ചിന്തിച്ചു പോലും ഇല്ലാത്ത, മാലാഖമാർക്ക് പോലും അറിയാത്ത പ്രതിഫലങ്ങളും സൗകര്യങ്ങളുമാണ് അള്ളാഹു അവിടെ ഒരുക്കിയിട്ടുള്ളത് അല്ലെ. ഇപ്പൊ എന്താണെങ്കിലും നമുക്ക് ഭാവനെ പോലും കാണാൻ പറ്റൂല അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ വലിയ വീടാണ് വിചാരിച്ചോളൂ, ഒരുപാട് പ്ലേറ്റ്സും ഗ്ലാസും ഡിന്നർ സെറ്റും അതും ഇതൊക്കെ ഉണ്ടാവും അല്ലെ. എന്നാലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പിന്നെ നോൺ സ്റ്റിക്കിന്റെ ചെമ്പൊക്കെ അവിടുത്തെ സെർവൻ്റൊക്കെ കഴുകാൻ കൊടുക്കുമ്പോൾ അവരെ കൊടുക്കുമ്പോൾ നിങ്ങൾ സ്റ്റീൽ ബോൾ ഉപയോഗിച്ച് കഴുകരുതേ, അങ്ങനെ കഴുകരുതേ, എങ്ങനെ കഴുകരുതേ എന്ന് പറഞ്ഞാൽ നമുക്കത് അവർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് എടുക്കാൻ മടിയാ. കാരണം അത് സ്റ്റീലിന്റെ ചട്ടം കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ അത് ആകെ അലങ്കോലാവും അല്ലെ. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്താൽ അത് കഴുകി വെക്കണ്ടേ എന്ന് വിചാരിച്ച് കഴുകിയാൽ ചീത്തായി, അല്ല അത് അവർ കഴുകിയ വാഷ് ചെയ്താൽ ചീത്തായി പോലെ. ഇപ്പൊ അവിടെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു വസ്തുതയേ ഇല്ല. നമുക്ക് ഗൾഫിൽ പിന്നെ ഗസ്റ്റിനെ വിളിക്കണം തോന്നി കഴിഞ്ഞാൽ ഗസ്റ്റ് വീട്ടിൽ വരുന്നു, ഫുഡ് അപ്പോൾ കുൻഫയൊക്കെ എന്ന് പറഞ്ഞ പോലെ ഫുഡ് റെഡി ആയിരിക്കും. അത് തിന്നു കഴിഞ്ഞാൽ അത് കഴുകുന്ന കാര്യമോ പാത്രത്തിന്റെ കാര്യമോ സെർവന്റിന്റെ കാര്യമോ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല അല്ലെ. അങ്ങനെ എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു വല്ലാത്തൊരു ലോകമാണ്. ഇവിടെ ആണെങ്കിലോ നമുക്ക് ആ ഫുഡ് ഓർഡർ ചെയ്താൽ തന്നെ ചിലപ്പോൾ നല്ലത് കിട്ടിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ മഴ ആയിട്ട് ബ്ലോക്കായിട്ട് സാധനം എത്തൂല, ചിലപ്പോൾ തീരെ ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഓണം വിഷു ക്രിസ്മസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പണിക്കാരില്ല എന്നും പറഞ്ഞിട്ട് സാധനത്തിന്റെ ക്വാളിറ്റി ഉണ്ടാവില്ല, ചിലപ്പോൾ ബ്ലോക്കായിപ്പോ ഗസ്റ്റ് വിചാരിച്ച സമയത്ത് വന്നാൽ തന്നെ എത്തൂല. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന്റെ ഒരു 5 ഇരട്ടി പൈസ കൊടുക്കണം അല്ലെ. അങ്ങനെയൊക്കെ പല ഇഷ്യൂസും ഉണ്ട്. പക്ഷെ അവിടെ അതൊന്നും ഇല്ല. ഇനി അങ്ങനത്തെ പാത്രങ്ങളിൽ വിളമ്പിയാൽ അത് അതിന്റെ മട്ടം പോലെ കഴുകി വെച്ചില്ല, ആ ഒരു ടെൻഷനും വേണ്ട അല്ലെ. നമുക്ക് എത്ര ഗസ്റ്റിനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വിളിക്കാം. വേണമെങ്കിൽ പുറത്തിരുന്ന് പുറത്തുള്ള ഉല്ലാസത്തിൽ ഒരുപാട് ഗാർഡനുകളുടെ വീടായിരിക്കും, അവിടെ മുറ്റത്തിരുന്ന് നമുക്ക് കാറ്റും കൊണ്ട് കിന്നാരം പറഞ്ഞ് തമാശ പറഞ്ഞ് എന്ത് വേണമെങ്കിലും കഴിക്കാൻ കിട്ടൂലേ. സ്വർഗീയ അനുഭൂതി എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര അനുഭൂതി തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ നമ്മളെ മുറ്റത്തൊക്കെ മാവ് ഉണ്ടാവും. അപ്പൊ മാവ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ ആണെങ്കിൽ കാട്ടടിച്ച് മതിയാവൂലേ, മുറ്റം മുഴുവൻ ഇലയായിരിക്കും. അവിടുത്തെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവൂല. അപ്പൊ ഞാനിപ്പോ വിചാരിക്കും എനിക്കൊരു മാത്തായി ഒരു നല്ല ഒളോറ് മാങ്ങ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ എന്താണ് പല ജാതി മാങ്ങകൾ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു മാങ്ങന്റെ പേര് ഹുദാദാത്ത്, ആ മാങ്ങ എനിക്ക് വേണം തോന്നി കഴിഞ്ഞാൽ അപ്പോൾ അത് വിത്തിട്ട് അതേ സമയം മുളച്ച് പൊന്തി ചെടിയായിട്ട് മാങ്ങ പറിക്കുന്നത് തന്നെ നമ്മൾ ഇരുന്നിടത്തുനിന്ന് കൈ എന്തിയാൽ മതി, അങ്ങനെ അത്ര അകലത്തിലായിരിക്കും. അങ്ങനെ അത് മുറിച്ചൊരു കഷ്ണം നമ്മൾ വായിലിടുമ്പോൾ നമ്മൾ പറയും, അതോ സുബ്ഹാനല്ലാഹ് റബ്ബേ, ഇതെന്തൊരു രസാണ് ഈ മാങ്ങക്ക്. നമ്മളെ നാട്ടിലെ ഒളോറൊന്നും അല്ലട്ടോ ഇത്, നമ്മളെ നാട്ടിലെ ഹുദാദത്തൊന്നും അല്ല. അപ്പൊ നമ്മൾ അടുത്തിരിക്കുന്ന ഫ്രണ്ടിന് നമ്മൾ കൊടുക്കും, ഒന്ന് തിന്നോക്ക്, ഇതിനെ കോലം കണ്ടിട്ട് നമ്മൾ വിചാരിച്ച നമ്മളെ ഹുദാദത്ത് അതൊന്നും അല്ലട്ടോ, ഭയങ്കര ടേസ്റ്റ് ഇട്ടോന്നറിയും. അപ്പൊ അതാണ് സ്വർഗത്തിൽ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത് ആർക്കാണ്? ഇവർക്കാണ് അല്ലെ.
ഈ സ്വർഗത്തിൽ അവർക്കുള്ള വീടിന്റെ പ്രത്യേകതകൾ. പുറത്തു നിന്ന് നോക്കിയാൽ അകം കാണുന്ന, അകത്ത് നിന്ന് നോക്കിയാൽ പുറം കാണുന്ന വീടുകളുണ്ട് അല്ലെ. ഒരു അറാബി ചോദിച്ചു, ഇത് ആർക്കാണ് നബിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത്? സംസാരം നന്നാക്കുകയും സലാം വർദ്ധിക്കുകയും വർദ്ധിപ്പിക്കുകയും ആളുകൾ ഉറങ്ങുമ്പോൾ രാത്രി നേരം നമസ്കരിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലെ. സംസാരം നന്നാക്കുക അല്ലെ. നമുക്ക് പലപ്പോഴും പല ചാൻസും കിട്ടി സംസാരിക്കും. ആരെങ്കിലും നമ്മളെ ചൊറിയുമ്പോൾ, ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ വടക്ക് സംസാരങ്ങളൊക്കെ പറഞ്ഞു പോകാറുണ്ട് അല്ലെ. ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്വർഗത്തിൽ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നതാണ് നമ്മളെ നാവ്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. 3 കാറ്റഗറിയാ പറഞ്ഞ. ഒന്ന് സലാം ചെല്ലാൻ. നമുക്കൊരു ഇതുണ്ട്, നമ്മൾ അറിയുന്നവർക്ക് മാത്രമേ സലാം ചെല്ലുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മളൊരു ബസ്സിൽ കയറിയിരുന്നു, നമ്മൾ ആരെങ്കിലും ഒരു മുസ്ലിമിനെ കണ്ട് നമുക്കൊന്ന് സലാം ചെല്ലിക്കൂടെ? അടുത്തിരിക്കുന്ന ഒരു കോളേജ് കുട്ടി വന്നിട്ടുണ്ട്, അതിനോടൊന്ന് സലാം ചെല്ലിക്കൂടെ? നമ്മൾ ചെല്ലൂല. നമുക്ക് സ്ഥിരമായിട്ട് അറിയുന്ന പെണ്ണുങ്ങൾ, നമ്മളെ കുടുംബക്കാരെയും കണ്ടാൽ മാത്രമേ സലാം ചെല്ലുള്ളൂ. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 3 വിഭാഗം ആളുകളെ കുറിച്ച് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഖിയാമത്ത് നാളിൽ അള്ളാഹു ആദ്യമുള്ളവരെയും അവസാനമുള്ളവരെയും മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് കച്ചവടങ്ങളും കളി തമാശകളും പിരിമ്പിരിപ്പിക്കാത്തവർ എവിടെയെന്ന് വിളിച്ചു ചോദിക്കും. അപ്പോൾ അവർ എഴുന്നേൽക്കും. കുറച്ചു പേരെ ഉണ്ടാവുകയുള്ളൂ അല്ലെ. അള്ളാഹുവിന്റെ ദിക്റിനും ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും മാറ്റി പലർക്കും അവനവന്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ നിസ്കാരം അല്ല, അത് കഴിഞ്ഞിട്ടാണ് നിസ്കാരം ഒക്കെ അല്ലെ. ബാങ്ക് കൊടുക്കാൻ പള്ളിയിൽ മൗലവി അള്ളാഹു അക്ബർ ചെല്ലുമ്പോഴായിരിക്കും പാഞ്ഞു വന്ന് ജുമാക്ക് കയറുക അല്ലെ. അതുവരെ ബിസിനസ് ചെയ്യും, അല്ലെങ്കിൽ അതുവരെ അടുക്കളയിൽ നിൽക്കും. അതൊക്കെയാണ് നമ്മളെ അവസ്ഥ അല്ലെ. പിന്നീട് സന്തോഷ സമയത്തും സന്താപ സമയത്തും അവരുടെ റബ്ബിനെ സ്തുതിക്കുന്നവരുടെ എന്ന് ചോദിക്കും. അതായത് പലർക്കും സന്തോഷം ഉണ്ടാകുമ്പോൾ അള്ളാഹു ഉണ്ടാവൂല അല്ലെ. വിഷമം ഉണ്ടാകുമ്പോൾ കുറേ മുട്ടിപ്പായി പ്രാർത്ഥിച്ച് കരഞ്ഞ് രാത്രി ഭയങ്കര സങ്കടവും ഇതൊക്കെ ഉണ്ടാവൂലേ. അല്ല സന്തോഷം വന്നാലോ, കുട്ടികൾ ഗൾഫിൽ നിന്ന് വന്നാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വീണ് കിട്ടിയാലോ, കുട്ടികൾക്ക് ജോലി കിട്ടിയാലോ, അപ്പോഴൊന്നും അള്ളാഹ് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവര്, അങ്ങനെ 3 വിഭാഗം ആൾക്കാരെ ചോദിക്കും. ഒന്ന്, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് കച്ചവടങ്ങളും കളിതമാശ. കച്ചവട ആണുങ്ങൾക്കാണെങ്കിൽ കളിതമാശ അമ്മക്ക അല്ലെ. നമ്മൾ ഈ ഫ്രണ്ട്സായിട്ട് കൂടി ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ എവിടെയും കല്യാണത്തിന് പോയി അപ്പോഴൊക്കെ നമുക്ക് ബാങ്കിന്റെ നിസ്കാരത്തിന്റെ സമയമായാലും നമുക്ക് അവിടുന്ന് എഴുന്നേൽക്കാൻ തോന്നുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു വസ്തുവാണ് അല്ലെ. അങ്ങനെ ഒരു കൂട്ടര്. പിന്നെ രണ്ടാമത്തെ കൂട്ടര് ഉറക്കത്തിൽ നിന്ന് സന്തോഷ സമയത്തും സന്താപ സമയത്തും അള്ളാഹുവിനെ ഓർക്കുന്നവര് അല്ലെ. സന്തോഷം ഉണ്ടാവുമ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞിട്ട് അള്ളാഹുവിനെ ഒരുപാട് സ്തുതിക്കൂലേ, അന്നേരം സുജൂദിൽ വീഴും. സന്താപം ഉണ്ടാവുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നാലിക ഖൈറുൽ ലക്കും അല്ലെ. അതിനേക്കാളും നല്ലത് അള്ളാഹു നമുക്ക് നൽകാതിരിക്കുകയില്ല എന്നുള്ള ഇതിൽ അള്ളാഹുവിനോട് അപ്പോഴും പിന്നെ ദുആ ചെയ്യുന്നവരും അള്ളാഹുവിനെ നന്ദി അർപ്പിക്കുന്നവരുമായിരിക്കും അല്ലെ. അവർ എഴുന്നേറ്റ് നിസ്കരിക്കും. അവർ കുറച്ച് പേരെ ഉണ്ടാവും. പിന്നീട് മറ്റുള്ള എല്ലാവരെയും വിചാരണ തുടങ്ങും. അപ്പൊ ഇവരെ കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവരെ വിചാരണ ചെയ്യുക. പക്ഷെ ഈ ക്വാളിറ്റീസ് ഉള്ള തഹജ്ജുദ് നമസ്കാരക്കാരിൽ വളരെ കുറവായിരിക്കും. ഇനി ഈവൻ ചിലപ്പം തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മള് കൂടിയിരുന്ന് തമാശയൊക്കെ പറയുമ്പോൾ അസർ വാങ്ങി കൊടുത്ത അസർ ഇപ്പൊ 6 മണി നിസ്കരിക്കാലോ എന്നും വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്നവരുണ്ടാവും. അതല്ല വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെടുകയാണ്, അത് കഴിഞ്ഞിട്ട് ചെയ്യാലോ, നിസ്കാരമല്ലേ കളാവൂലാലോ അല്ലെ. അത് അഫ്ളൽ നിസ്കരിക്കുന്നവരും പിന്നാണെങ്കിൽ എന്ത് വിഷമം വന്നാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ അള്ളാഹുവിലേക്ക്, സന്തോഷം വന്നാലും മോമിനുകളാണെങ്കിൽ അവർക്ക് അതും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്ത് സുജൂദിൽ വീഴും. വിഷമം വന്നാലും അള്ളാഹുവിനോട് ദുആ ചെയ്യും. അങ്ങനത്തെ ആളുകളായിരിക്കും അള്ളാഹു വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും അക്കൂട്ടത്തിലുള്ള സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന് കൂടുതൽ നന്ദി കാണിക്കാനും കൂടുതൽ ഇബാദത്ത് ചെയ്യാനും തഹജ്ജുദ് നമസ്കാരം പതിവാക്കുവാനുമുള്ള ഒരു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സദസ്സിൽ വെച്ച് ഞാൻ ദുആ ചെയ്യാണ്. ഈ കേട്ടിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം അള്ളാഹു അതിന്റെ പ്രതിഫലം നൽകട്ടെ. ഒരു ദിവസം പോലും തഹജ്ജുദ് മിസ്സായി പോകരുതേ റബ്ബേ എന്നാണ് ഉള്ള ദുആ അല്ലെ. തഹജ്ജുദ് പതിവായി നിസ്കരിക്കുന്നവർക്കാണെങ്കിൽ ഒരു ദിവസം പോലും അത് മിസ്സായ ഭയങ്കര സങ്കട, കരച്ചിലൊക്കെ വരും. പക്ഷേ ഇതെന്താണ് ഇതിനിപ്പോ നേരം വെളുത്ത് അത്ര ഒന്ന് നിസ്കരിച്ചാൽ തന്നെ അതിന്റെ ഒരു ഖുശൂ കിട്ടൂല അല്ലെ. ഇപ്പൊ നമ്മൾ രാത്രി 7 റക്അത്ത് നിസ്കരിക്കുന്ന പോലാണെങ്കിൽ നേരം വെളുത്ത് നമ്മൾ 8 റക്അത്ത് ചിലപ്പോൾ ളുഹാന്റെ കൂടെ ചേർത്ത് നമസ്കരിക്കുമായിരിക്കും. എന്നിരുന്നാലും നമുക്ക് അതിന്റെ ഒരു ഖുശൂ ഒന്നും കിട്ടൂല അല്ലെ. രാത്രിയായ
പാതി വെളിച്ചത്തിൽ അള്ളാഹു നമ്മൾ മാത്രമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടക്കുന്ന ഒരു സമയമാണല്ലോ അല്ലെ. നമ്മൾ എന്തെല്ലാം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു, എന്തെല്ലാം കഥകൾ, എന്തെല്ലാം സങ്കടങ്ങൾ, എന്തെല്ലാം ദുഃഖങ്ങൾ, എന്തെല്ലാം ആവശ്യങ്ങൾ അള്ളാഹുക്ക് ബോധിച്ചിട്ടോ അത് നമ്മളെ ഉമ്മ അറിയില്ല, ഉപ്പ അറിയില്ല, ഹസ്ബൻഡ് അറിയില്ല, ആരും അറിയാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ അള്ളാഹിനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഖജനാവിൽ, അള്ളാഹുവിന്റെ ലോക്കറിൽ അതൊക്കെ സേഫാണ്. അള്ളാഹു ഒരാളോട് പോലും പറയൂല അല്ലെ. ഈവൻ നമ്മളുടെ ഒരു ഫ്രണ്ട് ഡോക്ടർ ആണെങ്കിൽ പോലും ആ ഡോക്ടറോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫ്രണ്ടിനോട് ആ ഡോക്ടർ പറയുന്ന മുംതസിന് ഇങ്ങനെ അങ്ങനെ ഒരു അസുഖം ഉണ്ട് കേട്ടോ എന്നറിയും അല്ലേ. അതാണ് നമ്മളെ നാട്ടിലെ കഥ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പിന്നെ ലോക്കറിൽ അതൊക്കെ ഫുൾ സേഫ് ആയിരിക്കും, 100% സേഫ് ആയിരിക്കും. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്യുന്ന മഹത്തായ ഓഫറുകൾ ഇനിയും കിടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഒരുപാട്. ഒന്നും വിചാരണ ഇല്ലാണ്ട് സ്വർഗത്തിൽ കയറ്റും, അവർക്ക് മനസ്സിലെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവൂല. പിന്നെ അങ്ങനെ പിന്നെ സ്വർഗം അള്ളാഹു അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. പുണ്യകർമ്മങ്ങൾ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ് എന്ത്? തഹജ്ജുദ്. അത് പിന്നെയും പറയുന്നത് കേൾക്കും. അവർ എൻ്റെ സമുദായത്തിലെ ഉത്തമരും ആദരണീയരും. നോക്കണേ, നമുക്ക് കിട്ടുന്ന കാറ്റഗറിയാണ്, നമുക്ക് കിട്ടുന്ന സ്ഥാനപ്പേരുകൾ. ഉത്തമരാണ്, ഒരു അഫ്ളലാണ്, ആദരിയാണ്, അക്രമ ആണ് അല്ലെ, സച്ചതിരി അമലുസ്വാലിഹാത്തുകൾ ചെയ്യുന്നതാണ്, സ്വർഗപ്രാപ്തർ, അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്ത ബുദ്ധിമാന്മാര്, അക്കല് കൂടിയവരാണ്, സൽസ്വഭാവികളിലെ ഹുസ്നുൽക്കിന്റെ ആൾക്കാരാ, മുത്തഖീങ്ങളാണ്, സ്വാലിഹീങ്ങളാണ്. അവർ നന്മയിൽ പരലോകത്ത് നന്മയിൽ ധനാഢ്യരായിരിക്കും. എവിടെ പൈസ ഉണ്ടാക്കാൻ ആർക്കും ഉണ്ടാക്കാം അല്ലെ. ഏത് പിന്നെ മുസ്ലിമിനും ഏത് ക്രിസ്ത്യാനിക്കും ആർക്കും ഉണ്ടാക്കാം അല്ലെ. പക്ഷേ നല്ല പരലോകത്തെ നന്മയിലെ കോടീശ്വരൻ എന്ന് പറയുന്ന ആരായിരിക്കും? തഹജ്ജുദ് നമസ്കാരക്കാരായിരിക്കും. ഒന്നും കൂടി വായിച്ചു തരാം, കേട്ടിട്ട് നമ്മളെ ഹൃദയത്തിലൊന്ന് തറക്കട്ടെ അല്ലെ. ഉത്തമരും ആദരണീയരും സച്ചരിതരും സ്വർഗപ്രാപ്തരും ബുദ്ധിമാന്മാരും സൽസ്വഭാവികളും മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളും. അവർ പരലോകത്ത് നന്മയിൽ ധനാഢ്യരുമായിരിക്കും. അവർക്ക് ഒരുപാട് പരലോകത്ത് ഒരു വലിയ കോടീശ്വരന്മാരായിരിക്കില്ലേ. ഇവിടെ തഹജ്ജുദ് നിസ്കരിക്കുന്നവർ ചിലപ്പോൾ കാലുമ്മ ചവിട്ടാൻ ചെരുപ്പുണ്ടാവില്ല, വെള്ള തുണി ഇങ്ങിയിട്ട് ചീറിന്റെ നിറമായിട്ടുണ്ടാവും. അത്രയും ദരിദ്രരായ ആളുകൾ പോലും ഒരുപാട് നമസ്കരിക്കുന്നവരുണ്ട് ഇല്ലേ. അപ്പൊ അവരൊക്കെ സ്വർഗത്തിലെ അവസ്ഥ മാത്രമല്ല, സ്വർഗത്തില് പൈസക്കാർ കയറുന്നതിന്റെ 500 വർഷങ്ങൾക്ക് മുമ്പേ പാവപ്പെട്ടവർ കയറും എന്നാ പറയുന്നത്. മാത്രമല്ല, സ്വർഗത്തിലൊരു ഒരു പണക്കാരൻ കയറണമെങ്കിൽ ഒട്ടകം സൂചിക്കുഴലിനുള്ളിലൂടെ, സൂചിന്റെ വലിപ്പങ്ങ കുഴലിന്റെ വലിപ്പങ്ങൾക്ക് അറിയൂലേ, അതിലൂടെ നൂല് തന്നെ കടക്കുവോ? കഷ്ടപ്പെട്ടല്ലേ കടക്കുക അല്ലെ. അങ്ങനെ ഒട്ടകത്തെ സൂചിന്റെ കുഴലിൽ കൂടെ കടത്തുന്നതിനേക്കാൾ പ്രയാസമാണ് അല്ലെ. അപ്പൊ ഈ പാവപ്പെട്ടവരങ്ങനെ തഹജ്ജുദും കൂടി നിസ്കരിച്ചാലിട്ടുള്ള കഥ പറയുകയും വേണ്ട. അവരൊരു സ്ഥാനവും കാറ്റഗറിയൊക്കെ എന്തായിരിക്കും അല്ലെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എന്നെ പാവപ്പെട്ടവരോടൊപ്പം നീ പാവപ്പെട്ടവനായി ജീവിച്ച് പാവപ്പെട്ടവരോടൊപ്പം നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലേ. രാജാധികാരം വേണോ, രാജാവാവണോ, പദവി വേണോ എന്ന് വെച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞതിന്റെ മുമ്പ് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു, അവരെ സംബന്ധിച്ച് അഭിമാനിക്കുകയും ചെയ്യുന്നു. ഖബറിലെ കൂരിരുട്ടിൽ തഹജ്ജുദ് നമസ്കാരം പ്രകാശമായി മാറുന്നു. പൂരം അല്ലെ. എനിക്കൊക്കെ പേടിയാ. എനിക്കെന്തൊരു പേടിയാണ് ഇരുട് റബ്ബേ. വല്ലാത്ത ഇരുടുള്ള റൂമിലൊന്നും ഞാൻ കിടന്ന് ഉറങ്ങൂല, എനിക്ക് നല്ല വായുസഞ്ചാരം. അപ്പൊ ഖബറിൽ നമുക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തഹജ്ജുദ് നിസ്കരിക്കണം അല്ലെ. ഖബർ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ഖബറായിരിക്കും അല്ലെ. മഴ ആണെങ്കിൽ മഴ ഇത് ചോർന്നൊലിക്കും. നമ്മൾ ആൾക്കാർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മിശാങ്കെല്ലാം അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലില്ലേ, കൂരിരുട്ടും വെളിച്ചവും ഇല്ല, വായുവും ഇല്ല. പിന്നെ മലക്കുകളെ വരുത്തും, ദണ്ടോണ്ട് അടിയൂല. എന്തൊക്കെ സഹിക്കണം ഖബറിൽ റബ്ബേ. ആലോചിച്ചാൽ യാതൊരു അറ്റവും ഇല്ല. അപ്പൊ അവിടെയൊക്കെ എന്താ വിശ്വാസിക്ക് ഭയങ്കര അനുഗ്രഹങ്ങളല്ലേ. ഖബറില് നമസ്കാര പ്രകാശമായിട്ട് മാറും അല്ലെ. പിന്നെ നാഥൻ അവനെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്ത് നിയോഗിക്കും അല്ലെ. മനസ്സിന്റെ രോഗങ്ങളെ ചികിത്സിക്കാനുള്ള 5 മരുന്നുകളിൽ ഒന്നാണ് തഹജ്ജുദ് നമസ്കാരം അല്ലെ. പലർക്കും മനസ്സിൽ പല ചിന്തകളും പലതും ഉണ്ടാവും അല്ലെ. പിന്നെ എന്തെല്ലാണ് ഓരോരുത്തരെ കുറിച്ചിട്ട് ദുഷിച്ച ചിന്തകളോ വേറെ എന്തെങ്കിലും, നമ്മളെ തന്നെ ആലോചിച്ചിട്ട് പല പ്രശ്നങ്ങളും. അപ്പൊ അങ്ങനത്തെ എല്ലാ കാര്യത്തിനുള്ള മരുന്നും കൂടിയാണ് എന്ത്? തഹജ്ജുദ് നമസ്കാരം. പിന്നെ അള്ളാഹുമായിട്ടുള്ള ഒരു കുർബത്ത്, അടുപ്പം സംജാതമാവുന്നു. അവൻ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കും അല്ലെ. തഹജ്ജുദ് നമസ്കരിക്കുന്നവന്റെ മുഖത്ത് ഒരു പ്രകാശമായിരിക്കും അല്ലെ. നല്ല പ്രകാശം ഉണ്ടാവും. അവന് രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്നവൻ തെറ്റിൽ നിന്ന് പകൽ വിട്ടു നിൽക്കും. പകൽ തെറ്റുകൾ ചെയ്യുന്നവന് രാത്രി നമസ്കരിക്കാൻ പറ്റുകയില്ല അല്ലെ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്.
അപ്പൊ അള്ളാഹുവിൽ നിന്നൊരു അദൃശ്യ സഹായം ഉണ്ടാവും. അള്ളാഹു അവനെ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാൻ അനുവദിക്കുകയില്ല. അള്ളാഹു അത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തണേ റബ്ബേ. ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നു, പകലിലെ വെളിച്ചത്തിൽ അവന്റെ മുഖത്ത് അത് വെളിച്ചമാണ്. അള്ളാഹുവും അവനുമായിട്ടുള്ള ഒരു മുനാജാത്ത് സംഭാഷണമാണ് അത് അല്ലേ. അത് തഹജ്ജുദ് നമസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ രണ്ട് കൈകളൊക്കെ ഉയർത്തി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കണം അള്ളാഹു ഞാനുമായിട്ട് സംഭാഷണം നടത്തുകയാണ്. സംഭാഷണം നടത്തുമ്പോൾ അള്ളാഹു എൻ്റെ ചോദ്യങ്ങൾ കേൾക്കുന്നുണ്ട്, മറുപടി നൽകുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ചോദിച്ചത് അപ്പം തന്നെ തന്നിട്ടില്ലെങ്കിലും പിന്നീട് ഇപ്പൊ ഒരു ചെറിയ പൈതൽ ചോദിക്കുക, എനിക്ക് കത്തി വേണം ആപ്പിൾ മുറിക്കാന്ന് പറഞ്ഞാൽ ആ കുട്ടീൻ്റെ കയ്യിൽ കത്തി കൊടുത്താൽ എന്താ അവസ്ഥ? നമ്മളെ കിച്ചണിലെ കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടാവില്ലേ അല്ലെ, കുട്ടീൻ്റെ കൈ മുറിഞ്ഞു പോവില്ലേ. അപ്പൊ കുട്ടിക്ക് കത്തി കൊടുക്കണമെങ്കിൽ അതിനൊരു പ്രായം എത്തണം. അതുപോലെ നമുക്ക് ചോദിക്കുന്ന പല കാര്യങ്ങളും നമുക്കിപ്പം തന്നാൽ ചിലപ്പോൾ അത് ബേർഡനാവും അല്ലെ, അള്ളാഹിന്റെ അടുത്തുനിന്ന് ശിക്ഷ ആയിരിക്കും കിട്ടുക. അതുകൊണ്ടായിരിക്കാം വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ ദുആകൾക്കെല്ലാം ഉത്തരം കിട്ടും. അഥവാ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രതിഫലം കിട്ടും അല്ലെ. അപ്പം അള്ളാഹുവായിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് ഇനിയിപ്പോൾ വലിയൊരു വീട് വേണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലീനെ എല്ലാവരെയും കൂട്ടിയിട്ട് ഹജ്ജിന് പോകണം അന്നൊക്കെ ആണെങ്കിൽ ഇൻഷാ അല്ലാ അള്ളാഹുവിനോട് നമുക്കൊരു കൂസലില്ലാണ്ട് ചോദിക്കാം അല്ലെ. ഒരാൾ കേൾക്കാത്ത സമയമാണ്. പിന്നെ ദുആകളൊക്കെ അത്രയൊക്കെ പ്രൈവറ്റ് ആയിരിക്കണം, സ്വകാര്യമായിരിക്കണം അല്ലെ. എന്തും ചോദിക്കാം അല്ലെ. വേറെ ആളിപ്പറണ്ട് ചോദിക്കോ ഓളെന്തേനും അള്ളാഹിനോട് ചോദിച്ചു എന്നിട്ട് അത് കിട്ടിയോ, വലിയ അള്ളാന്റെ ആളാന്ന് പറഞ്ഞാൽ അങ്ങനെ പറയില്ലേ അല്ലെ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാം അല്ലെ. പിന്നെ സത്യവിശ്വാസികളുടെ ലക്ഷണങ്ങൾ വിവരിക്കുന്ന സ്ഥലങ്ങളിൽ രാത്രി നമസ്കാരം വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഈ പറഞ്ഞിട്ടുള്ള നമസ്കാരമാണ് തഹജ്ജുദ് നമസ്കാരം. തഹജ്ജുദ് അത് അള്ളാഹുവിന്റെ മഹത്തായ നിധിയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നിധി എല്ലാവർക്കും കിട്ടുകയില്ലല്ലോ, അതായത് ട്രഷറാണ് അല്ലെ. ട്രഷർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തിനെങ്കിലും കുഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനമാണ് പണ്ടൊക്കെ നിധി. ഇപ്പോഴൊന്നും കാണുന്നില്ല അല്ലെ. അത് കുറേ പൊന്നും പൈസയൊക്കെ അടങ്ങുന്ന ചിലപ്പോ ചില എന്താ മൺചട്ടിയിലും അങ്ങനെ കാച്ചിട്ട് പണ്ടുള്ളവർ കുഴിച്ചിട്ടുള്ളൂ. അതുപോലത്തെ ഒരു നിധിയാണ് എന്ത്, തഹജ്ജുദ് നമസ്കാരം. ഇതെല്ലാവർക്കും ഒന്നും കിട്ടൂല, എല്ലാവർക്കും അവൈലബിൾ അല്ല. അത് അങ്ങനത്തെ തെരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രം അള്ളാഹു നൽകുന്ന ഒരു സമ്മാനമാണ്. തഹജ്ജുദ് നമസ്കാരത്തിൽ നിഷ്കളങ്കരായ ആളുകൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ പാപമോചിതനായിട്ടാണ് പ്രഭാതം കാണുക. തഹജ്ജുദ് നമസ്കാരത്തിന് സമാനമായ ഒരു സുന്നത്ത് കർമ്മവും ഇല്ല എന്ന് തന്നെ പറയാം അല്ലെ. തതജാഫാ ജുനൂബുഹും അനിൽ മവാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ അല്ലെ. നമ്മളെപ്പോഴും പിന്നെ സൂറത്തു സജദയിൽ ഓതുന്നതാണ് അല്ലെ. അവരുടെ പിന്നെ പാർശ്വങ്ങൾ കിടപ്പറകൾ വിട്ട് അകലുന്നതാണ്. കാരണം അവർക്ക് രാത്രി കിടന്നാൽ കിടപ്പൊട്ടൂല അല്ലെ. ഒരു നല്ലൊരു സത്യവിശ്വാസി ആണെങ്കിൽ രാത്രി എന്തെങ്കിലും അസുഖമായിട്ടും ഗുളിക കഴിച്ചിട്ടും ഒന്നും കിടന്നാൽ തന്നെ അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല, കിടന്നിച്ച് നിസ്കരിച്ചാലല്ലാണ്ട്. തഹജ്ജുദ് നമസ്കാരത്തിന് സമാനമായ മറ്റൊരു സുന്നത്ത് നമസ്കാരവും ഇല്ല എന്ന് വേണം പറയാം. അവർ രാത്രിയിൽ സുജൂദ് ചെയ്യുകയും അവരുടെ മഹത്വം അവർ അള്ളാഹുവിന്റെ മഹത്വം പ്രകീർത്തിക്കുകയും ചെയ്യുന്നതാണ്. അവരുടെ മുമ്പിലൂടെയും വലതുവശത്തു കൂടി പ്രകാശം പ്രസരിച്ചു കൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് നാളെ പരലോകത്ത് ചെന്നാൽ അവരുടെ മുമ്പിലും വലതുവശത്തും പ്രകാശം ഉണ്ടാകും. സൂറത്തു ദാരിയാത്തിൽ നിസ്കാരത്തെ കുറിച്ചിട്ട് പറഞ്ഞു കേൾക്കാം. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതി വഉയൂൻ ആഖിദീന മാ അതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ. എന്തുകൊണ്ടാണ് അവര് ജന്നാത്തിന് അരുവികളിലും തോട്ടങ്ങളിലായിരിക്കും? കാരണം കാനൂ ഖബല ദാലിക മുഹ്സിനീൻ, അവര് പണ്ട് ഭയങ്കര നിസ്കാരം നല്ലത് ചെയ്തവരായിരുന്നു അല്ലെ, നിസ്കാരക്കാരായിരുന്നു. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവരുടെ അവര് ഒരു രാത്രിയിൽ അല്പസമയം മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ അല്ലെ. അവർ കൂടുതൽ സമയം തഹജ്ജുദിന് വേണ്ടി മാറ്റി വെച്ചിരുന്നു. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അവർ രാത്രിയിൽ ധാരാളമായിട്ട് പാപമോചനം തേടുന്നവരായിരിക്കും. അത് ആ ഒരു ആയത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ എന്ത് മനസ്സിലാവും?
അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ ഇന്ന് രാത്രി കിടന്നുറങ്ങി, നല്ലോണം തഹജ്ജുദൊക്കെ നിസ്കരിച്ചു. അപ്പൊ നേരെ വെളുത്ത് ഞാൻ പാപമോചിതയായിട്ടായിരിക്കും പ്രഭാതം കാണുക അല്ലെ. അപ്പൊ എന്റെ കുറ്റങ്ങളൊക്കെ അള്ളാഹു ഇന്നലെ രാത്രി തന്നെ എടുത്ത് നിസ്കരിച്ച് ദുആ ചെയ്തതോടുകൂടി എനിക്ക് പാപമോചനം കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇന്ന് നേരം വെളുത്ത ശേഷം ചെയ്യുന്ന പാപങ്ങളായിരിക്കും എനിക്കുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർക്ക് സ്വർഗപ്രവേശനത്തിന് ചാൻസ് കൂടുന്നത്. കാരണം അവർ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ അവർ ചെയ്യുന്ന എല്ലാ കുറ്റങ്ങൾക്കും അവരിങ്ങനെ ഇസ്തിഗ്ഫാർ ദിവസവും ചെയ്തുകൊണ്ടേയിരുന്നു അല്ലെ. പുലരിക്ക് മുമ്പുള്ള സമയങ്ങൾ അവർ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടേയിരിക്കും. ഇത് 18ാമത്തെ നേട്ടാണ് പറയുന്നത്. അവർ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പേ ഇങ്ങനെ അള്ളാഹിനോട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോ ഓതി 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 ചിലപ്പോ സൂറത്ത് അങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സബീസ്മ ഓതാൻ പോലും സമയം കിട്ടിയെന്ന് വരൂല. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ 2 റക്അത്തിൽ അവസാനിപ്പിച്ചിട്ട് ഒരു റക്അത്ത് വിത്തറാക്കി കൊണ്ട് തീർക്കും അല്ലെ. ചിലരാണെങ്കിലോ എണീറ്റപാട് ഒരുപാട് ദുആ ചെയ്യും അല്ലെ. അങ്ങനെ നമ്മൾ എഴുതി വെച്ച് അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യണം. അപ്പൊ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും അള്ളാഹു അങ്ങ് ഏറ്റെടുത്ത് നൽകും അല്ലെ. ഇപ്പൊ നമ്മൾ ഒന്നിനെ കുറിച്ചിട്ടും ദുനിയാവിനെ കുറിച്ചിട്ടോ നാളെ ആഖിറത്തിനെ കുറിച്ചിട്ടോ ഒരുപാട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പിന്നെ തഹജ്ജുദ് നമസ്കാരക്കാരൻ സൽസ്വഭാവികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു അല്ലെ. സൽസ്വഭാവികൾ എന്ന് പറഞ്ഞാല് അവരൊരു പ്രത്യേക കാറ്റഗറിക്കാരാണ് അല്ലെ. അവരെന്ത് വിഷമം വന്നാലും ആളുകളായിട്ട് ഏത് രീതിയിൽ ഇടപെടേണ്ടി വന്നാലും അവര് സ്വഭാവം വിട്ട് അവർ കളിക്കൂല അല്ലെ. വളരെ ക്ഷമ വർദ്ധിക്കും. ക്ഷമിക്കുന്നവർക്കും സൽസ്വഭാവികൾക്കും അള്ളാഹിന്റെ അടുത്ത് ഒരുപാട് ഭയങ്കര ഇന്നല്ലാഹ യുഹിബ്ബു സ്വാബിരീൻ എന്നാ പറഞ്ഞ അള്ളാഹു പിന്നെ സബർ കാണിക്കുന്നവരെ പിന്നെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഈ സബറിന്റെ കൂടെ ഉള്ള ഒരു കാര്യമാണ് സൽസ്വഭാവികൾ എന്ന് പറയുന്നത് അല്ലെ. അവരാരെങ്കിലും നമ്മോട് മോശമായി ഇങ്ങോട്ട് പെരുമാറിയാൽ പോലും തിരിച്ച് ദുഷിച്ച സ്വഭാവം പുറത്ത് കാണിക്കാത്തവരായിരുന്നു. പിന്നെ ഒരാൾ ഉറങ്ങുമ്പോൾ പിശാച് അവന്റെ പിരടിയിൽ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അപ്പൊ പറയുമ്പോ അതൊക്കെ പറയണല്ലോ. പിരടിയിൽ 3 കെട്ടുകൾ ഇടുന്നു. എഴുന്നേറ്റ് അള്ളാഹുവിനെ സ്മരിച്ച് എഴുന്നേറ്റ ഉടനെ നമ്മൾ അൽഹംദുലില്ലാഹി ലദി അഹ്യാന അത് ചെല്ലുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി ചെല്ലുന്നു അല്ലെ. അതൊക്കെ ചെല്ലുന്നതോടുകൂടി ഒരു കെട്ടഴിയും അല്ലെ. എഴുന്നേറ്റ് വുളു എടുത്താൽ മറ്റൊരു കെട്ടും അഴിയും. നമസ്കരിച്ചാൽ എല്ലാ കെട്ടുകളും അഴിയും. അവൻ ഉന്മേഷവാനാവും. അവന്റെ പകലിൽ അവന് ഭയങ്കര ഉന്മേഷമായിരിക്കും. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിന്നെ അള്ളാഹുവിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, ഖുർആൻ വചനങ്ങൾ, ഉപദേശങ്ങൾ മുഖേന ഉപദേശം നൽകപ്പെട്ടാൽ ഭക്തി ബഹുമാനത്തോടു കൂടി അത് അനുസരിക്കുകയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാണ് തഹജ്ജുദ് നമസ്കാരക്കാരില്ലേ. അവരോട് എന്തെങ്കിലും ഒരു ആയത്തിന്റെ വിശദീകരണം തദബ്ബുർ ചെയ്യാനൊക്കെ പറഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് തലേക്ക് അല്ലല്ല ഇതായിട്ടാ പല ഡയലോഗും ഖുർആനിൽ പറഞ്ഞാൽ അതൊന്നും ഇപ്പൊ നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, നമ്മളിപ്പോ ഇവിടെ അടിച്ചു പൊളിക്കാന്നല്ലാണ്ടല്ലേ അങ്ങനത്തെ ഒരു ചിന്താഗതിയെ അവർക്ക് ഉണ്ടാവൂല അല്ലെ. അവരത് ആ കേട്ട മാത്രല്ല അള്ളാഹു അങ്ങനെ പറഞ്ഞോ എന്നും വിചാരിച്ചിട്ട് അത്രക്ക് അങ്ങ് തഖ്വയോട് കൂടി തഖ്വന്റെ പിന്നെ ഒരു ഫോർമാറ്റിൽ അവരത് ഒരു ബ്രെയിനിലേക്ക് എടുക്കും അല്ലെ. അതനുസരിച്ച് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരത് അനുഷ്ഠിക്കുന്നവരാണ്. പിന്നെ ഗർവ് നടിക്കുകയില്ല, കുളൂസ് ഉണ്ടാവില്ല അല്ലെ, കിബർ ഉണ്ടാവില്ല. ഇന്നിപ്പോ കുത്തുബേര് ഒരു മൗലവി പിന്നെ കിബർ നടിച്ച മനുഷ്യന്റെ പിന്നെ തോട്ടത്തങ്ങളെ കുറിച്ചേനും പറഞ്ഞത്. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ തന്നെ അസസ്മെന്റ് ചെയ്യണം അല്ലെ. നമ്മളടുത്ത് കിബറുണ്ടോ കുളൂസ് ഉണ്ടോ, ആൾക്കാരെ കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ള നമ്മള് ഒരുപാട് വലിയ പൈസ ഉള്ള ആളുകളെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ടവൻ നമ്മളൊന്ന് സലാം ചൊല്ലി കൈപിടിച്ചാല് നമ്മൾ ഓനോട് ഒരു രീതിയിൽ ഓനെ കാണാത്ത മാതിരി നടിക്കൽ, അതൊക്കെ തന്നെയാണ് കിബറിന്റെ ലക്ഷണങ്ങൾ അല്ലെ. അങ്ങനെ ആവരുത്. അവരോടും അന്നേരം നമ്മൾ വളരെ നല്ല രീതിയിൽ പെരുമാറാൻ ശ്രദ്ധിക്കണം അല്ലെ. ഗർവ് നടിക്കുക, ഗർവ് ഉണ്ടാവൂല പോലെ തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ നിന്ന് നമ്മളെ കിബർ അള്ളാഹു എടുത്തു കളയും. സത്യത്തോടെയും ഉപദേശത്തോടെയും പെരുമാറ്റത്തിലുള്ള ആദരവില്ല, സത്യവും നീതിയൊക്കെ അനുസരിച്ച് പെരുമാറുന്നവരായിരിക്കും. വാക്കിലും പെരുമാറ്റത്തിലും വിനയം അത് അവരുടെ സ്വഭാവമാണ്. വിനയാന്വിതനായിരിക്കും, സത്യം മാത്രമേ പറയുള്ളൂ, പെരുമാറ്റത്തിലും ആദരവ് ഉണ്ടാവും, ഗർവ് നടിക്കുകയില്ല, ആരെയും കാണുമ്പോ പത്രാസ് ഉണ്ടാവൂല അല്ലെ. അങ്ങനെ എന്തൊക്കെ ക്വാളിറ്റി ആണോ പകല അവരെ മുഖത്ത് വെളിച്ചുണ്ടാവും. അവരെന്തൊക്കെ ചീത്ത പ്രവൃത്തി ചെയ്യാൻ വിചാരിച്ചാലും അള്ളാഹു എന്ത് പറയും, അവൻ പിടിക്കുന്ന കൈകൾ എന്റേതാണ്, അവൻ നടക്കുന്ന കാലുകൾ എന്റേതാണ്, അവൻ ചിന്തിക്കുന്ന ഹൃദയം എന്റേതാണ്, അതുകൊണ്ട് അവനെക്കൊണ്ട് അതൊന്നും ചെയ്യിക്കരുതെന്ന് അള്ളാഹു പറയും അല്ലേ.
അതിനാൽ തന്നെ ധിക്കാരം, മർക്കടമുഷ്ടി, കുതർക്കം, ദുർവ്യായം, പൊങ്കച്ചം, സത്യത്തോടും ന്യായത്തോടുള്ള അവഗണന ഇത്യാദി ദുശീലങ്ങൾ ഒന്നും അവനെ തീണ്ടുകയില്ല. ഇവൻ അയൽവാസികളൊക്കെ നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വന്നാലും അവരതിനൊന്നും മറുപടി കൊടുക്കാതെ നല്ല സ്നേഹത്തിൽ തന്നെ ആളുകളോട് പെരുമാറും അല്ലെ. അവർക്ക് ഹൗഫും പ്രതീക്ഷയും ഭയപ്പാടും ഉണ്ടായിരിക്കും. അവർക്ക് അള്ളഹാനോട് എപ്പോഴും അല്ലെ, ഞാൻ നിനക്ക് നിസ്കരിക്കുന്നുണ്ടല്ലോ അല്ലെ, എനിക്ക് അള്ളാഹ് തരാണ്ടിരിക്കൂല. അതിന്റെ ഒപ്പം തന്നെ പഠിച്ചവനെ നീ അങ്ങനെ എന്നെ നരകത്തിലിട്ടാലോ, എത്ര യുദ്ധം ചെയ്തോലോ, എത്ര നിസ്കരിച്ചോലൊക്കെ നരകത്ത് പോണുണ്ട്, അഥവാ അങ്ങനെ ആയി പോയാലോ എന്നുള്ള ഒരു പേടി എപ്പോഴും ഉണ്ടാവും അല്ലെ. നമസ്കാരത്തിൽ ധാരാളം മനപ്പാഠ സൂറത്തുകൾ ഓതാനും ഉള്ള ഒരു സുവർണ അവസരമാണ് ഇത് അല്ലെ. അതായത് നമ്മൾ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഒരായത്തങ്ങാൻ ഓതി കഴിഞ്ഞാൽ നമുക്കൊരു ചുവന്ന ഒട്ടകം കിട്ടുന്നതിന് സമമാണ് അല്ലെ. അങ്ങനത്തെ ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ ഏകദേശം 16 ലക്ഷത്തിലധികം വില വരുന്ന പറഞ്ഞു. അങ്ങനെ നമ്മളൊരു യാസീൻ അങ്ങാൻ നിസ്കാരത്തിൽ ഓതാൻ വിചാരിച്ചാലോ 83 ചുവന്ന ഒട്ടകങ്ങളില്ലേ, അപ്പൊ എത്ര ലക്ഷമായി കൂട്ടി നോക്കി. അങ്ങനെ ഒരു 100 ഓതാൻ വിചാരിച്ചാലോ 16 1.5 കോടിന്റെ അടുത്തായി അല്ലേ. എത്ര 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 പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന കേസാണ്. ഏതൊരു സ്വഹാബി ഉണ്ട് അത്ര, പിന്നെ നിസ്കരിക്കാൻ നിന്നപ്പോ പള്ളിയിൽ നിന്നിട്ടായിരുന്നു നിസ്കരിച്ച, അപ്പൊ അയാൾ ഇങ്ങനെ കുൽവല്ലാഹു ഓതന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതന്നെ. അപ്പൊ അടുത്ത് നിൽക്കുന്ന സ്വഹാബി, അവർക്ക് അങ്ങനെ ഒരു പണി ഉണ്ടല്ലോ, എന്നിട്ട് അത് നബിനോട് വന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ നബിനോട് പറഞ്ഞല്ലോ, നബിയെ പിന്നെ ഇയാൾ ഇങ്ങനെ ഓതുന്നുണ്ട്. അപ്പൊ നബി പറഞ്ഞു, പിന്നെ എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം അല്ലെ, പിന്നെ നീ എന്താ വിചാരിച്ച, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ സുൽസൽ ഖുർആനാണ്. അത് ഖുർആനിന്റെ 1/3 ഭാഗമാണ്. അവനത് ചെല്ലിയാൽ അവനോട് അള്ളാഹുവിന് ഇഷ്ടമുണ്ടാവും, സ്വർഗത്തിൽ പ്രവേശിക്കും അല്ലെ. ഒരുപാട് ക്വാളിറ്റി പറയുന്ന ഒരു ഇഖ്ലാസ് സൂറത്താണത്. അതുകൊണ്ട് അത് തെറ്റില്ല അല്ലെ. അപ്പൊ മാത്രമല്ല, സൂറത്ത് ഇഖ്ലാസ് 3 പ്രാവശ്യം ചെല്ലിയവൻ ഒരു ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തതിന് സമമാണ്. അപ്പോൾ അദ്ദേഹത്തിന് എത്രമാത്രം പ്രതിഫലമായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് രാത്രി നമസ്കാരത്തിൽ ധാരാളമായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമല്ല കുറേ ദുആകളും ചെയ്യണം അല്ലെ. ദുആകളും അതിനോടൊപ്പം വർദ്ധിക്കണം. വെറും ഖുർആൻ ഓതിയ മാത്രവും പോരാ. ചിലർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, വെറും മനപ്പാഠ സൂറകൾ മാത്രം എഴുതി നിസ്കരിച്ച് നിർത്തും. അങ്ങനല്ല, ഒരു അരമണിക്കൂർ എന്നെങ്കിലും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അല്ലെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഭർത്താവ് അറിയാത്ത രഹസ്യങ്ങൾ, മക്കളറിയാത്ത രഹസ്യങ്ങൾ, ആത്മാർത്ഥ സുഹൃത്തുക്കളോട് പോലും പറയാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും, എല്ലാ വിഷമങ്ങളും നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് പറയാം അല്ലെ. അള്ളാഹുവിന്റെ ലോക്കറുകളിൽ എല്ലാ രഹസ്യങ്ങളും, എല്ലാ ദുആകളും സേഫാണ്. പിന്നെ ശാന്തരായി സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതാരാ നിങ്ങൾക്ക് അറിയോ? ചിലപ്പോൾ അറിയായിരിക്കും അല്ലെ. സലാം വ്യാപിപ്പിക്കുന്നവനും, പാവങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവനും, രക്തബന്ധം പാലിക്കുന്നവനും, രാത്രി നമസ്കാരം നിർവഹിക്കുന്നവനും അല്ലെ. ജനങ്ങൾ ഉറങ്ങുമ്പോൾ രാത്രി നമസ്കരിക്കുന്നവൻ അല്ലെ. ഈ വിഭാഗത്തിലും തഹജ്ജുദ് നമസ്കാരക്കാര് ഉൾപ്പെടുന്നു അല്ലെ. സമാധാനത്തോടെ സ്വർഗത്തിൽ ദുഖുലു ബിസ്സലാമി എന്ന് പറയണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റി വേണം? നമ്മൾ തന്നെ നമ്മളെ അനലൈസ് ചെയ്ത് നോക്കാം. ഞാൻ സലാം ചെല്ലലുണ്ടോ? പാവങ്ങള് ഭക്ഷണത്തിന്റെ ആവശ്യത്തിൽ എന്തെങ്കിലും ഗ്രൂപ്പിൽ നമുക്ക് നേരിട്ട് ഇപ്പൊ പോയി എത്തിക്കാൻ പറ്റും. ഇപ്പൊ ഗ്രൂപ്പിൽ ഒരുപാട് പിരിവുകൾ നടത്തുന്ന സമയം അല്ലെ. ഗ്രൂപ്പിലൊക്കെ പിരിവ് കൊടുത്തിട്ട് ആർക്കെങ്കിലും എത്തിയും കുട്ടികൾക്കും അനാഥ കുട്ടികൾക്കൊക്കെ ഓരെന്നെങ്കിലും പോയി ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പറഞ്ഞല്ലേ. നമ്മളെ കുടുംബത്തിലെ ഫാമിലി, അടുത്ത ബന്ധുക്കളൊക്കെ ഒന്ന് കാണാൻ പോയി എന്തെങ്കിലും ഒരു കുറച്ച് ഫ്രൂട്ട്സോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടേയില്ലേ. അങ്ങനെ രക്തബന്ധം പാലിക്കുന്നത് ഭയങ്കര പ്രതിഫലം. ഈവൻ പിതാവിൻ്റെതിനെ ഒന്നും കൂടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അല്ലെ. പിന്നെ രാത്രി നമസ്കരിക്കുക. ഇവരാണ് സമാധാനത്തോടെ സ്വർഗത്തിൽ സമാധാനത്തോടെ ആരെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കലുണ്ടോ അല്ലെ. ആർക്കും ബേജാറാ, പഠിച്ചോനെ എന്താണ് നമ്മളെ അവസ്ഥ, എന്താണ് നമ്മളെ അവസ്ഥ എന്നും വിചാരിച്ചിട്ട് അല്ലെ. പക്ഷെ സമാധാനത്തോടെ ഇത്തരക്കാർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാന്ന് പറയുന്നത്. അള്ളാഹു മുദ്ഖുലി ഫി ജന്നാത്തിൽ ഫിർദൗസ് ബിഗൈരി ഹിസാബ്. എല്ലാവരും ദുആ ചെയ്തോളി. അള്ളാഹു മുദ്ഖുലി ഫി ജന്നാത്തിൽ ഫിർദൗസ് ബിഗൈരി ഹിസാബ് അല്ലെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഏറ്റവും ഉന്നതമായ സ്വർഗത്തിലെ വിചാരണ കൂടാതെ പ്രവേശിക്കുന്നവരോടൊപ്പം നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. 2 കാര്യങ്ങളാണ് സ്വകാര്യ ഇബാദത്തായിട്ട് പറഞ്ഞത്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒന്ന് തഹജ്ജുദ് നമസ്കാരവും, 2 സുന്നത്ത് നോമ്പും. ഇത് രണ്ടും രഹസ്യ ഇബാദത്താണ്. ലോകമാന്യത കടന്നു വരാത്തൊരു നിസ്കാരമാണ് അല്ലെ.
ഇത് ഞാൻ ഇന്നലെ നോറ്റോ, ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ചോ എന്നൊന്നും ഒരാളും എന്നെ കണ്ടാ പറയില്ല അല്ലെ. റമദാൻ മാസത്തിൽ നമുക്കറിയാം അല്ലെ, സുന്നത്ത് നോമ്പും തഹജ്ജുദ് നിസ്കാരവും സ്വകാര്യമായ ഇബാദത്ത്. പക്ഷെ നമ്മള് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ ഒരു ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും തഹജ്ജുദ് നിസ്കാരത്തിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്നിട്ട് എന്തെങ്കിലും അങ്ങനെ ചോദിക്കും കുട്ടികൾ, എന്താണ് നിങ്ങൾ സമയത്താണ് എനിക്ക് അങ്ങനെ ദുആ ചെയ്യുക അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ അറിവിലേക്ക് പോലും ഞാൻ അങ്ങനെയാ നിസ്കരിക്കാന്ന് പറഞ്ഞു പോയാൽ പിന്നെ പിറ്റേന്ന് എണീക്കാൻ പറ്റൂല. അപ്പൊ അത് അത്ര പോലും ഭയങ്കര സീക്രട്ട് ആയിട്ട് ആരോടും പറയാണ്ട് വളരെ എന്താ പറഞ്ഞ കോൺഫിഡൻഷ്യൽ ആയിട്ട് നിർവഹിക്കേണ്ട ഒരു അമലാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലേ. അത് നമ്മൾ അള്ളാഹുമായിട്ടുള്ള സ്വകാര്യമാണ്. നമുക്ക് കുറെ സുജൂദിലും അല്ലാതെയൊക്കെ ദുആ ചെയ്യാം. പിന്നെ കബറിൽ കൂരിരുട്ടിൽ ഏകാന്തതയിൽ വിഷമത്തിലും മറ്റുള്ളവർ പാമ്പിന്റെയും തേളിന്റെയും കൊത്തിലും പ്രയാസപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ മഹത്തായ സ്വർഗത്തിൽ അവർ ആടിപ്പാടി നടക്കുകയായിരിക്കും അല്ലെ. സാധാരണക്കാര് കബർ കടന്ന് കബറിഞ്ഞിരിക്കുകയും കബർ ദണ്ടിലടിക്കുകയും പാമ്പും തേളും എല്ലാവിധ വൃത്തികേടുകളും ദുഷിച്ച മണവും ഇരുടും എല്ലാം കൂടി അനുഭവിക്കുമ്പോൾ അവര് അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഉദ്യാനങ്ങളിൽ ആടിപ്പാടി രസിക്കുകയും അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അത്തരക്കാരിൽ നമ്മളെ എല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊരു മഹാഭാഗ്യം തന്നെയാണ് അല്ലെ. എല്ലാവർക്കും ഒന്നും ആയ ഭാഗ്യം കിട്ടൂല അല്ലെ. പിന്നെ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ലേ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തില്ലേ, സൽക്കർമ്മങ്ങളും പാഴായി പോകുമോ, അതോടൊപ്പം പ്രതീക്ഷ. അതായത് അവർക്ക് ഹൗഫും വത്തമ അല്ലെ, അവർക്ക് ഹൗഫ് ഉണ്ടാവും, ഭയങ്കര പേടി, അതേസമയം വത്തമ പ്രതീക്ഷ. അള്ളാഹു നമ്മുടെ കൈവടിയൂല. ഇന്ന അള്ളാഹ മാന, ഞങ്ങളോടൊപ്പം നമ്മുടെ അള്ളാഹു ഉണ്ട് ഇല്ലേ. ഇന്ന മഅയ റബ്ബി സയഹദീൻ, എന്റെ റബ്ബ് എനിക്ക് സന്മാർഗം കാട്ടിത്തരും എന്നൊക്കെയുള്ള വിശ്വാസവും ഉണ്ടാവും, അതോടൊപ്പം പേടി ഉണ്ടാവും. അവരുടെ സ്വഭാവമാണ് പറയുന്നവർക്ക് മനസ്സിൽ അങ്ങനെയുള്ള ആളുകളായിരിക്കും. പിന്നെ തഹജ്ജുദ് നമസ്കാരത്തെ കുറിച്ച് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ഒരു മഹത്തായ വചനം, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദൻ. പോരെ, അതന്നെ വലിയ കാര്യമില്ലല്ലേ. അതായത് രാത്രി വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ, രാത്രി നിങ്ങൾ നിസ്കരിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഒരു ഉപകാരപ്പെട്ടേക്കാം. അസാ അൻ അള്ളാഹു നിങ്ങളെ ഒരു മഹനീയ സ്ഥാനങ്ങളിൽ മഖാമ മഹ്മൂദനിൽ നിയോഗിച്ചേക്കാം. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. ഇത്രയും ഒരു മഹത്തായ സ്ഥാനം അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമന്ത്രി ആവാന്നൊക്കെ പറയും പോലെ ഏറ്റവും വലിയൊരു സ്ഥാനം തന്നിട്ട് അവിടെ ആദരിക്കും പോലെ രാത്രി നമസ്കരിക്കുക. രാത്രി നമസ്കാരം എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളി അല്ലല്ലേ. 1-2 ദിവസമൊന്നല്ല നമ്മളത് ചെയ്യുന്നത്, നമ്മൾ ജീവിതകാലം മുഴുവൻ ചെയ്യുക അല്ലെ. മെൻസസ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് ഒറ്റ ദിവസം പോലും അവധിയും ഇല്ല അല്ലെ. മെൻസസ് ഉള്ള കാലത്ത് അങ്ങനെ ഒരു ലീവ് ഉണ്ട്. അപ്പൊ അതും കൂടെ ഇല്ലാണ്ട് നമ്മൾക്ക് ദിവസവും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് അള്ളാഹു വെച്ചിട്ടുള്ള ഇതാണ് സംഭവം. നമുക്കാണെങ്കിൽ ഇത് ഫർളല്ലേ, ഇതാണ് സുന്നത്താണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഫർളാക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും ഇതിന് ഈ ഓഫർ, നിങ്ങൾക്കറിയാം ഷോപ്പിലൊക്കെ ഒരുപാട് ഷോപ്പുകൾ അടുപ്പിച്ച് സൂപ്പർ മാർക്കറ്റും കാര്യമൊക്കെ വരുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് ഓഫർ ഇടും അല്ലെ. ഒരു ഫ്രിഡ്ജ് വാങ്ങിയാൽ TV ഫ്രീ, TV വാങ്ങിയാൽ മിക്സി ഫ്രീ, മിക്സി വാങ്ങിയാൽ വേറെ എന്തെങ്കിലും ഫ്രീ, ഇങ്ങനെ ഫ്രീകളുടെ പെരുമഴയാണ്. എന്ന് വെച്ചാൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ആഡും കൊടുക്കും. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഈ ഓഫർ കാട്ടിയിട്ട് അതിലേക്ക് അട്രാക്ട് ചെയ്യാണ്. എന്തിനാണ്? നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ അല്ലെ. അജിർനി മിനന്നാറില്ലേ, നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അള്ളാഹു ഈ ഓഫറൊക്കെ തന്നിട്ടു ഇതും കണ്ണു കാണാണ്ട് നടക്കുന്ന എത്ര ആളുകൾ ഉണ്ട് അല്ലേ. നമുക്ക് ആലോചിക്കുമ്പോൾ ബേജാറോ. പഠിച്ചോനെ, നമ്മളിത് നിസ്കരിക്കുന്ന അവർക്കും അതിനുള്ള ഒരു തഖ്വ കൊടുക്കണേ റബ്ബേ അല്ലേ. അപ്പൊ ഇതൊക്കെ അള്ളാഹു നമ്മൾ നമസ്കരിച്ചോട്ടെ, നമസ്കരിച്ചിട്ട് സ്വർഗത്തിൽ വന്നോട്ടെ. സ്വർഗത്തിൽ പോയാൽ ഓരോരുത്തർക്കും എത്രയോ ഏക്കർ കണക്കിൽ വീടിന് സ്ഥലം തരണം അല്ലെ. അങ്ങനെയാണ് അള്ളാഹു വിചാരിച്ചൂടെ. ഇവര് കുറച്ച് ഇബാദത്ത് ചെയ്യാണ്ട് നരകത്ത് പോയിക്കോട്ടെ, ഇവർക്ക് അവിടെ വന്നാൽ എനിക്ക് പണി കിട്ടും അങ്ങനെ ഒന്നും വിചാരിക്കുന്നില്ല അല്ലെ. ഇന്ന അള്ളാഹ അനിയുൻ ഹമീദാണ്. അള്ളാഹു കോടീശ്വരനാണ്. അള്ളാഹു ഭൂമിയിലെ മുഴുവൻ ആളുകൾ നിസ്കരിച്ച് സ്വർഗം വാങ്ങിക്കഴിഞ്ഞാലും അത് തരാൻ മാത്രം അള്ളാഹു അനിയാണ്. പിന്നെ തഹജ്ജുദിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന ഖുർആൻ വചനം അല്ലെ, രാത്രിയിൽ നിന്ന് അല്പസമയം ഇനി ഉറക്കമുണർന്ന് നമസ്കരിച്ചു കൊള്ളുക.
ഫർദ് നമസ്കാരത്തിന് പുറമെ കൂടുതലുള്ള ഒരു ഐച്ഛിക എന്ന നിലക്ക് നിർവഹിച്ചു കൊള്ളുക. പിന്നെ ഈ തഹജ്ജുദിന്റെ ളുഹന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഫർദ് നമസ്കാരം 4 അസർ ളുഹറൊക്കെ നിസ്കരിക്കും. നമ്മളിവിടെ യാത്രയായി പോയാലോ യാത്ര ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാലൊക്കെ ഇതുപോലും നമുക്ക് രണ്ടാക്കി നമസ്കരിക്കാം. പക്ഷെ ളുഹ നമസ്കാരവും തഹജ്ജുദും ഒക്കെ നമ്മളെവിടെ പോയാലും നമസ്കരിക്കണം എന്നാണ് സുന്നത്ത്. പിന്നെ ഇക്കൂട്ടർ രാത്രി അധികം വെറുതെ സംസാരിച്ചിരിക്കുകയില്ല അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ തഹജ്ജുദ് കൃത്യമായി ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ, രാത്രി 9 മണി 8 മണി എങ്ങും കഴിഞ്ഞാൽ അവര് ബാറ്ററി വർക്ക് ചെയ്യില്ല, അവരിങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കും. അവർക്ക് വേഗം പോയി കിടന്ന് ഉറങ്ങണം അല്ലെ. അപ്പൊ ചില ആളുകളൊക്കെ ഭർത്താക്കന്മാര് മരിച്ച പെണ്ണുങ്ങളുണ്ട്, അവർക്കൊക്കെ രാത്രി ആകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ടെൻഷൻ വരിക. കൂടണ്ടല്ലോ, മുപ്പരില്ലാലോ, പല കാര്യങ്ങളും ഇവിടെ ചെയ്യാനില്ലാലോ, പൈസ ഇല്ലാലോ, കുട്ടികളെ അഡ്മിഷൻ അങ്ങനെ കണ്ട. പക്ഷെ അതിനൊന്നും അവർക്ക് നേരം കിട്ടൂല അല്ലെ. തഹജ്ജുദ് നിസ്കരിക്കുന്നോല് രാത്രി ഒരു 8-9 മണിയാകുമ്പോൾ ചിന്തിക്കുന്നതിന് മുമ്പേ തന്നെ ഉറങ്ങിപ്പോവും. അപ്പൊ തഹജ്ജുദ് നമസ്കരിക്കുന്നവർക്ക് രാത്രി അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെടുവാനോ ഫോൺ സ്ക്രോൾ ചെയ്യാനോ വാട്സപ്പിലും ഫേസ്ബുക്കിലും പിന്നെ കടന്ന് സമയം കൊല്ലാനോ ഒന്നും അവർക്ക് നേരം ഉണ്ടാവില്ല. അവർ കൃത്യസമയത്ത് തന്നെ എഴുന്നേൽക്കുകയും, അല്ലാത്ത പക്ഷം അവർ ഒരുപാട് ടെൻഷൻ, ഒരു ദിവസം കാണാൻ എന്തെങ്കിലും കാരണവശാലും അവിടെ ഒരു സൽക്കാരണത്തിനൊക്കെ പോയിട്ട് ലേറ്റായി പോയാൽ അവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. പിന്നെ തഹജ്ജുദ് നമസ്കരിക്കുന്നവരുടെ ഖബറിലെ അവസ്ഥ ഖബറിൽ വെച്ച് മലക്കുകൾ പറയും അത്രേ. അതൊന്ന് ഭയങ്കര ഒരു ഓഫറാട്ടോ. നിങ്ങൾ തഹജ്ജുദ് നമസ്കരിച്ചു, ധാരാളം ഖുർആൻ പാരായണം ചെയ്തു, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞു, നിങ്ങൾ ധാരാളം ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ. മലക്കുകൾ നമ്മളോട് പറയാ, നമ്മൾ ചോദിക്കുകയൊന്നുമില്ല മലക്കുകളോട് നമുക്ക് സ്വർഗം താ, അല്ലെ നമ്മൾ ഇന്ന ഇബാദത്തുകൾ ചെയ്തു എന്നൊന്നും നമ്മൾ പറയണ്ട. മലക്കുകൾ ഇങ്ങോട്ട് പറയും അല്ലെ, നിങ്ങൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒരുപാട് അമല് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബിക്കോസ് നം കൽ ഒറോസ്, മണവാട്ടി ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കൊള്ളുക എന്നും പറഞ്ഞിട്ട് മലക്കുകൾ പുതച്ച് കിടത്തി സ്വർഗത്തിലെ വാതിലും തുറന്നു വെച്ചെടുത്ത് പോകൂലെ. ഐശ്വര്യത്തിൽ കിടത്തി ഉറക്കി അവർ മടങ്ങും അത്രേ. തഹജ്ജുദ് നമസ്കരിക്കുവാൻ അള്ളാഹുമായിട്ടുള്ള സ്വകാര്യ ബന്ധം സുദൃഢമാക്കുന്നതിൽ അള്ളാഹു അവരെ പ്രകാശത്താൽ ആവരണം ചെയ്യും അല്ലെ. അവർക്ക് എന്തായാലും അള്ളാഹുമായിട്ടൊരു കുർബത്ത് കൂടുതലാ, കുർബത്തും മഹിയത്തും ഒക്കെ അല്ലെ. അവരെണീച്ചിങ്ങനെ വർത്താനം പറയുക, അള്ളഹാനോട് കിന്നാരം പറയാന്ന് പറഞ്ഞാല് നമ്മളെ കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയൂലേ, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എൻ്റെ ഭർത്താവ് ഒന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്, അദ്ദേഹം അധ്വാനിച്ചു കൊണ്ടുവന്ന കൈകൾ കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നു, എനിക്ക് കാറുണ്ട് റബ്ബേ അൽഹംദുലില്ലാ, എനിക്ക് വീടുണ്ട്, അങ്ങനെ പറയണം കേട്ടോ. നമുക്കുള്ള അനുഗ്രഹങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയരുത്, നെവർ ഒരിക്കലും പറയാൻ പറ്റും. അള്ളാഹുവിനോട് പറയാം, അള്ളാഹു തന്ന അനുഗ്രഹം ഇതൊക്കെ ഉണ്ട് റബ്ബേ, എനിക്ക് കണ്ണുണ്ട്, കാതുണ്ട്, ചെവിയുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടാണല്ലോ വീട്ടിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതുകൊണ്ട് വേഗം ഒളു എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞ് അള്ളാഹിനെ സുഖിപ്പിച്ചും കൊടുക്കണം അല്ലെ. അതാണ് കിന്നാരവും പറയൂ, സങ്കടവും പറയൂ, സന്തോഷവും പറയൂലേ. അപ്പൊ അള്ളാഹു അവരായിട്ടുള്ള സ്വകാര്യ ബന്ധം വളരെ ദൃഢമായിരിക്കും, പ്രകാശത്താൽ അവരെ ആവരണം ചെയ്യും. അവരുടെ ഭൂമിയിൽ അവരുടെ മുഖത്തിന് ശോഭ കൊടുക്കും. വീണ്ടും പറയുന്ന അവരുടെ മുഖം ശോഭ കൊടുക്കും. പിന്നെ ഞങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടോ, അതായത് നമ്മളിപ്പോ എത്ര വലിയ രാജാവിന്റെ മോളോ ആരെങ്കിലും വലിയൊരു പൊസിഷനിലുള്ള ഒരാളെ മോളോ അയച്ചോളൂ, ഒരുപാട് പരിചാരകൾ പണ്ടത്തൊക്കെ രാജാക്കന്മാരെ മകളെ കാലത്തൊക്കെ തെറ്റില്ല, നിങ്ങൾ മുടി വാരി കൊടുക്കാൻ ആള്, കുളിപ്പിച്ചെടുക്കാൻ ആള്, പുഴയെ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചു കൊടുക്കും, എന്നിട്ട് മുടി വാരി കൊടുക്കും, മുടിയിൽ കർപ്പൂരം പിന്നെ പുക കൊള്ളിക്കുന്നൊക്കെ. അതുപോലെ എന്ത് തന്നെ സുഖങ്ങൾ കൊടുത്താലും രാജാവിന്റെ മകള് ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാൽ പുതപ്പ് ഇടണം അല്ലെ. പുതപ്പ് ഭർത്താവിന്റെ റൂമിലേക്ക് പരിചാരികമാര് വരൂലല്ലോ, തോഴിമാര് വരൂലല്ലോ. പക്ഷെ ഇവിടെ പറയുന്നത് പുതപ്പ് വരെ മലക്കുകൾ ഇട്ട് തരൂന്ന, മനസ്സിലായില്ലേ. ഭക്ഷണവും സുഖവും സന്തോഷവും പിന്നെ സൗഭാഗ്യവും വെളിച്ചവും മുഖത്തിന്റെ പ്രകാശവും കബറിലിരുട്ടും പോയി ഭക്ഷണവും കിട്ടും, എല്ലാം റാഹത്ത്. അതിന്റെ പുറത്ത് നമുക്ക് പുതപ്പ് പുതച്ചു തരും. പൂരം സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ കിട്ടിയാ പിന്നെ തഹജ്ജുദ് നിസ്കരിച്ചാപ്പോ എന്താണല്ലേ. പലരും നിസ്കരിക്കാൻ മടിച്ചിരിക്കുന്നോലും, 2 നിസ്കരിക്കുന്നോലും, 1 പേര് നിസ്കരിക്കുന്നോലും, ഉറങ്ങിപ്പോയോലും, പല ദിവസവും പല റീസൺസ് ആണ് അല്ലെ. കുട്ടികളോട് പഠിച്ചോന്ന് ചോദിച്ചാൽ പോലാണ് വലിയ പെണ്ണുങ്ങളോട് നിസ്കരിച്ചോന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും ഓരോ ഭൂമിയിലെ റീസൺ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും പറ്റുമോ. പണ്ടൊരു ചൊല്ലുണ്ട്, അലക്കൊഴിഞ്ഞിട്ട് കശിക്ക് പോകാൻ പറ്റൂല.
അതായത് നമ്മൾ കോഴിക്കോട് ഉണ്ട് ഒരു പിന്നെ കോട്ടപ്പറമ്പ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ, അതിന്റെ മുമ്പിൽ വലിയൊരു മുതലക്കുളം മൈതാനി എന്ന് പറഞ്ഞൊരു മൈതാനി ഉണ്ട്. അവിടെ കുളമൊന്നുമില്ല, പക്ഷെ മുതലക്കുളം മൈതാനി എന്നാ പറയാ. ആ മൈതാനിയിൽ ദിവസവും കാണാൻ കണക്കില്ലാണ്ട് ഡ്രസ്സ് തിരുമ്പിയിടുന്നത്. കാരണം ഹോസ്പിറ്റലിലെ ഡ്രസ്സുകളൊക്കെ അവരാ വാഷ് ചെയ്യുക. അപ്പോൾ അവിടുന്ന് ഒരു പിന്നെ അലക്കുകാരനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അലക്ക് കഴിഞ്ഞിട്ട് എനിക്ക് കാശിക്ക് പോകാൻ നേരമില്ല. അതുപോലെ ദുനിയാവിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് മക്കളെയും കുട്ടികളെയും സേഫ് ആക്കിക്കുകയും കണ്ണമ്പറി കിച്ചൻ മൊഞ്ചാക്കി വെച്ചിട്ടൊന്നും നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല അല്ലെ. തഹജ്ജുദ് നമ്മളൊരു നെയ്യത്ത് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങുക തന്നെ വേണം. നമ്മൾ നിസ്കരിക്കുമെന്ന് തന്നെ വാശി പിടിച്ചിട്ട് നമ്മളായ നെയ്യത്ത് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മാറ്റം വരുത്തരുത്. നമ്മൾ ചെയ്യുമെന്ന് വാശി പിടിച്ച് നമ്മൾ വിചാരിച്ച എന്താ നടക്കാത്തല്ലേ. നമ്മളെ കുട്ടികളെ ഇന്ന കോളേജ് പഠിപ്പിക്കണം, ഇന്ന ഡിഗ്രി പഠിപ്പിക്കണം, ചെയ്ത് അറ്റം വരെ നമ്മൾ പോയി വെക്കും അല്ലെ. ഇനിയിപ്പോ കല്യാണമായിട്ട് ഇത്ര പാവം കൊടുക്കണം, മലബാർ ജ്വല്ലറിയിൽ നിന്ന് ഇന്ന പിന്നെ ആന്റിക്ക് പൊന്നു വാങ്ങണ വെച്ചാൽ അത് നമ്മൾ വാങ്ങിക്കൊടുക്കൂലേ. എത്ര ദിവസം വെച്ച് കല്യാണം കഴിക്കണം നമ്മളല്ലേ തീരുമാനിക്കുന്നത്, അത് ആണുങ്ങളല്ലാലോ അല്ലെ. അപ്പൊ അതുപോലെ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുമെന്ന് തന്നെ അങ്ങ് അടിയുറച്ച് വിശ്വസിച്ച് അതിലേക്ക് ഒരുങ്ങി പുറപ്പെടുക. അപ്പൊ അള്ളാഹു അതിനൊരു സൊല്യൂഷൻ കാട്ടിത്തരും അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മണവാളനും ഉറങ്ങുമ്പോ വരെ ഒരാളും പോയി പുതപ്പിട്ട് കൊടുക്കൂല. പക്ഷെ തഹജ്ജുദ് നമസ്കാരക്കാർക്ക് ഉറങ്ങാന് പുതപ്പ് വരെ ഇട്ട് കൊടുക്കുന്ന അത് സുബ്ഹാനല്ലാഹ്. അത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ധാരാളം അടിച്ചു നിൽക്കുന്നവരും ഇതിലേക്ക് വരാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അപ്പം തഹജ്ജുദ് നമസ്കരിക്കുന്നവർ അള്ളാഹുമായിട്ടുള്ള ഒരു സ്വകാര്യ ആദ്യം പറഞ്ഞത് അവർ അള്ളാഹുമായിട്ട് കുർബത്തെടുത്ത്, അതല്ല ഒരു സ്വകാര്യ ബന്ധം. നമ്മൾ സ്വകാര്യ ബന്ധം എന്ന് പറഞ്ഞാൽ അത് വേറാണല്ലോ അല്ലെ. എല്ലാ ആൾക്കാരെയും നമുക്കറിയാം, പക്ഷെ വല്ലാണ്ട് സീക്രട്ട് ആയിട്ട് നമ്മൾ നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ പറയുന്ന ആൾക്കാരന് അതുപോലത്തെ ഒരു കാറ്റഗറിയിലേക്ക് അള്ളാഹു നമ്മളായിട്ട് എത്തും അല്ലെ. നമ്മളെ മുഖത്തിന്റെ ശോഭ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട്. പിന്നെ റബ്ബിന്റെ കോടതിയിൽ ശുദ്ധ മനസ്സുമായി ചെല്ലാൻ സാധിക്കുന്നു. അവർ 5 രോഗത്തിനുള്ള മരുന്നുകളിൽ ഒന്ന് തഹജ്ജുദ് നമസ്കാരമാണ്. മനസ്സിന് എപ്പോഴും പല രോഗങ്ങളും ഉണ്ടാവും. ഒന്ന് ആരെങ്കിലും കുറിച്ച് ദുഷിച്ച ചിന്താഗതി, അത് ഇത്, അല്ലെങ്കിൽ നമ്മളോട് ഇത് ചെയ്തില്ല, ഇവര് നമ്മളോട് ഇത് ചെയ്തില്ല, ഇനി ഓരോട് പോല, ഓല കണ്ടാ മണ്ടൂല, ഓലോട് ചിരിക്കൂല, അങ്ങനത്തെ പല ഇടക്ക് സ്വഭാവങ്ങൾ നമ്മളെടുത്തുണ്ട്. അപ്പൊ അതിനൊക്കെ ഉള്ള മരുന്നാണ് എന്ത് തഹജ്ജുദ് നമസ്കാരം അല്ലെ. അവർ ധനാഢ്യനായിരിക്കും. നിരവധി ഐഹിക പാരത്രിക പുതുമ നേടിത്തരുന്ന നമസ്കാരം. അവര് പരലോകത്ത് ഭയങ്കര കോടീശ്വരന്മാരായിരിക്കും അല്ലേ. അതുപോലെ ഇവിടെ ഇനിയിപ്പോ സമ്പാദിച്ചിട്ട് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് അല്ലെ, നമുക്ക് അവിടെ പോയാൽ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ടില്ലേ. അതായത് എന്നേക്കുമായി ശാശ്വത സ്വർഗം, ഖാലിദീന ഫീഹ അല്ലെ, ശാശ്വത സ്വർഗം കിട്ടിയ അത് പോരെ. പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരോട്, സ്ഥിരമായി നോമ്പ് നോൽക്കുന്നവരോടും സ്ഥിരമായി തഹജ്ജുദ് നമസ്കരിക്കുന്നവരോടുമാണ് ഇമാം നസായി റിപ്പോർട്ട് ചെയ്തവർ പറയുന്നത്. അതായത് സ്ഥിരമായിട്ട് നോമ്പെടുക്കലും നമുക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ്. സ്ഥിരമായിട്ട് യുദ്ധം ചെയ്യൽ അല്ലെ, യുദ്ധം ചെയ്യാനും നമുക്ക് പറ്റൂല. പക്ഷെ ആ കാറ്റഗറിക്കാരെ കൂടി അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുന്നു അല്ലെ. 64 ഗുണങ്ങളെറ്റായി ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ തഹജ്ജുദ് നമസ്കാരക്കാർക്ക് കിട്ടുന്ന ഗുണങ്ങളാണ്. ഈവൻ ഇതിലിപ്പോ ക്ലാസ് കേൾക്കുന്നവരിൽ ഒരുപാട് ആളുകൾ നമസ്കരിക്കുന്നവരുണ്ടായിരിക്കാം മേ ബി, പക്ഷെ അവർക്ക് പോലും അജ്ഞാതമായിരിക്കും ഇത്രയും കാര്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള കാര്യം അല്ലെ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ലോകം മറന്നു സുഖ സുഷുപ്തിയിൽ ആയിരിക്കുമ്പോൾ ഒരിക്കലും ഉറങ്ങാത്ത പ്രപഞ്ചനാഥനെ സ്മരിച്ച് വിശ്വാസിയായ മുബരികളായ അടിമകൾ നിർവഹിക്കുന്ന ഉദാത്തമായ തഹജ്ജുദ് നമസ്കാരം ഇത്ര മഹാത്മ്യം ഉൾക്കൊള്ളുന്നു എന്ന് സുബ്ഹാനല്ലാഹ് നമ്മൾ അറിഞ്ഞിരുന്നില്ല അല്ലെ. ഇത് വീടുകളിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് സുന്നത്ത്. ഇശാ നമസ്കാരം മുതൽ സുബഹി നമസ്കാരം വരെയാണ് ഇതിന്റെ സമയം. പലരും ചോദിക്കും, നമ്മളില്ലേ രാത്രി സ്കെച്ച് കിടക്കലാട്ടോ വിത്തറൊക്കെ, സുബഹിക്ക് അനുസരിച്ച് സ്കരിക്കണോ തഹജ്ജുദിന്, അല്ല അന്നേരം സ്കെച്ചാൽ മതിയോ? അതിപ്പോ എങ്ങനെ അതിന് അക്കൂലി കിട്ടുക? അള്ളാഹു ഏറ്റവും പിന്നെ എന്താ എൻസിലു തബാറക അല്ലാഹു തആല ഇല സമായി ദുനിയ എന്ന് പറയുന്നത് രാത്രിയുടെ 1/3 സുലുസുൽ ലൈലി മിനൽ ആഖിർ, അതായത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ 3-ാമത്തെ നാഴികയിലാണ് അള്ളാഹു വരിക. അപ്പൊ നിങ്ങളത് 9 മണിക്ക് 8 മണിക്കൊക്കെ സ്കെച്ച് ആക്കൂലി അള്ള തരുമോ? അന്നേരം അള്ള വന്ന് ചോദിക്കുകയും കൈനീട്ടി നമ്മളെ ദുആ വാങ്ങി കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങിയിട്ട് നിങ്ങൾ രാത്രി 8 മണിക്ക് സ്കെച്ച് ആക്കൂലി കിട്ടുമോ? ഒരിക്കലും ഇല്ല. നോ നെവർ അല്ലെ. അങ്ങനെ ചോദിക്കുന്നേക്ക നമ്മൾ രാത്രി സ്കെച്ച് എടുക്കല, നിങ്ങൾക്കായിട്ട് വേറൊരു ഹദീസൊന്നും അള്ള ഇറക്കിയിട്ടില്ലല്ലോ. അങ്ങനെ സ്കെച്ച് കിടക്കാം, പക്ഷെ അതിലിപ്പോ ഇവർക്ക് കൊടുക്കുന്ന ഇത്രയും പ്രതിഫലങ്ങളൊന്നും നമുക്ക് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല അല്ലെ. അമൽ മിസ്കാല സർറത്തിൻ ഹൈറ
വമയാമൽ മിസ്കാല ദർറത്തിൻ ഷർറ, ആരൊരുവൻ നന്മ ചെയ്തുവോ അത് അള്ളാഹു അവിടെ കാണും, തിന്മ ചെയ്താലും കാണും. അപ്പൊ ഒരുപാട് ഉറക്കമൊഴിച്ച് ബുദ്ധിമുട്ടി നമസ്കരിക്കുന്ന കൂലി നമുക്ക് അള്ളാഹ് തരുമോ? നോ, നെവർ, ഒരിക്കലും തരൂല. അത് ഈ തഹജ്ജുദിന്റെ സമയത്ത് ഉറങ്ങി എണീറ്റ് വളരെ പ്രയാസപ്പെട്ട് ആദ്യത്തെ ഒരു 5-6 ദിവസമൊക്കെ ഭയങ്കര കഷ്ടപ്പാടാ. നേരം വെളുത്താൽ ഒരു ഉന്മേഷം കിട്ടൂല, നേരം വെളുത്താൽ ഉറക്ക് തൂങ്ങും, ക്ഷീണം, പിന്നെ അത് ഞങ്ങളുടെ ബോഡി പിടിച്ചു തഹജ്ജുദ് നിസ്കാരം കേട്ടോ. പിന്നെ എത്ര ഗുളിക കഴിച്ചാലും എത്ര ക്ഷീണിച്ചാലും ഏത് നാട്ടിൽ പോയാലും നമ്മളത് ഉപേക്ഷിക്കുകയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫർദ് നിസ്കാരം പോലും 4 നിസ്കരിക്കുന്ന 2ആയിട്ട് നിസ്കരിക്കാം നമുക്ക് ഇവിടെ വീട് വിട്ട് യാത്ര പോയി കഴിഞ്ഞാലോ. പക്ഷെ തഹജ്ജുദ് ഒഴിവാക്കാൻ വകുപ്പില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഏത് നമസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? അല്ലെ, രാത്രി ദീർഘമായി നിന്നുകൊണ്ടുള്ള നമസ്കാരം, അതാണ് ഏറ്റവും അഫ്ളലു സ്വലാത്ത് ബഅദ സ്വലാത്തിൽ മക്തൂബത്തി സ്വലാത്തുൽ ലൈൽ. അതായത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഫർള് നമസ്കാരത്തിന് ശേഷം തഹജ്ജുദ് നമസ്കാരമാണ്. പക്ഷെ ഒരു സത്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ തഹജ്ജുദ് ഫർള് നമസ്കാരം എല്ലാവരും നിസ്കരിക്കണം അല്ലെ. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇവിടുന്ന് കഴിച്ചലാവണമെങ്കിൽ ഫർള് തന്നെ നിസ്കരിക്കണം. പക്ഷെ ഫർള് നമസ്കാരത്തിന് പോലും ഇത്രയും മഹത്വങ്ങൾ എവിടെയും മഹത്വവൽക്കരിച്ചതായിട്ട് കേട്ടിട്ടില്ല. ബിക്കോസ് അതെന്തായാലും നിസ്കരിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് എല്ലാവരും ചെയ്യും. പക്ഷെ ഇതാണ് അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ സ്വാലിഹങ്ങളായ മോമിനുകളായ മുത്തഖീങ്ങളായ സൽസ്വഭാവികളായ ആളുകൾ ചെയ്യുന്ന നമസ്കാരമായത് കൊണ്ടാണ് ഇതിനെ ഇനി ഇത്രയേറെ പ്രാധാന്യം പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അസ്മാ ബിൻത്ത് യസീദ് നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നു, അന്ത്യനാളിൽ ജനങ്ങളെ മരുഭൂമിയിൽ ഒരുമിച്ച് കൊട്ടു എന്ന് വിളിച്ചു പറയുമ്പോൾ രാത്രി തന്റെ പാർശ്വങ്ങളെ വിരിപ്പിൽ നിന്ന് അകറ്റിയവർ എവിടെ? അല്ലെ, നമ്മൾ സൂറത്തു സജ്ജദയിൽ തതജാഫാ ജുനൂബുഹും എന്ന് പറയുന്ന പോലെ അന്നേരം ചോദിക്കുമല്ലോ. അപ്പോൾ ഉറക്കം എഴുന്നേറ്റ് നമസ്കരിച്ചവർ എവിടെ എന്ന് പറയുമ്പോൾ തഹജ്ജുദ് നമസ്കരിച്ചവർ അവിടെ വളരെ കുറവായിരിക്കും അല്ലെ. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, എന്നിട്ടായിരിക്കും മറ്റുള്ളവരുടെ വിചാരണ നടക്കുക അല്ലെ. പിന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ല സമയമുണ്ടോന്ന്. അപ്പം പറഞ്ഞെന്താ, ഫി ജൗഫി ലൈലിൽ ആഖിരി, അല്ലെ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവസാന സമയത്താണ് അള്ളാഹുവിനോട് അടുക്കാൻ സമയം. അപ്പൊ പിന്നെ ഈ മടി പിടിച്ച് കിടക്കുന്ന ആൾക്കാർ നമ്മൾ ആദ്യം നിസ്കരിച്ചോടെ, നമ്മൾ വിത്ർ നിസ്കരിച്ചാട്ടോ കിടക്കല്, എണീച്ചെങ്കിൽ അങ്ങനെ അപ്പം തന്നെ ഒരു അയലുമിൽ കോയിനായാലുമൊക്കെ എത്തിയ കളിയാ അല്ലെ. എണീച്ചെങ്കിലോ കഴിഞ്ഞെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ നിസ്കരിച്ച, നമുക്കൊന്നും അങ്ങനത്തെ ഒരു ധാരണ ഇല്ലാലോ അല്ലെ. നമ്മൾ ഇൻഷാ അല്ലാഹ് എണീക്കണം എന്നുള്ള ഒരു സുബഹി നിസ്കരിക്കുന്ന എത്ര പ്രാധാന്യത്തോടാണ്, അതുപോലെ അത്ര ഇല്ലെങ്കിലും അതുപോലെ നമ്മൾ ആ ഒരു അത്ര ഇല്ല കേട്ടോ, സുബഹിന്റെ അത്ര പ്രാധാന്യം തഹജ്ജുദിനില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് നമ്മൾ അതും നിസ്കരിക്കാറ്. കാരണം നമുക്ക് അള്ളാഹുവിനോട് ഖുർബത്തുണ്ട്, അള്ളാഹുവിനെ കാണും, അള്ളാഹുവിനായിട്ട് സംസാരിക്കുക അല്ലെ. അള്ളാഹുവിനെ കാണുന്ന പോലാണ് ആ തഹജ്ജുദ് സമയത്ത് നമ്മൾ അള്ളാഹുവിനായിട്ട് സംസാരിക്കുന്നത്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് ഫർളും നമുക്കിത് സുന്നത്തുമാണ് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹിയുടെ സുന്നത്തും തഹജ്ജുദ് നമസ്കാരവും യാത്രയിൽ പോലും ഉപേക്ഷിച്ചിരുന്നില്ല അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നമസ്കാരവും സുബ്ഹിയുടെ സുന്നത്ത്, ഇതിപ്പോ ട്രെയിനിൽ പോകുമ്പോഴാണ് വലിയ പ്രശ്നം. ട്രെയിനിൽ ഇതിൽ ബർത്ത് കയറി കിടന്നാൽ ഇരുന്ന് നമസ്കരിക്കാൻ പറ്റൂല, തല ഇങ്ങനെ കൂടിപ്പോവല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് തഹജ്ജുദ് നിസ്കരിക്കാനും. പിന്നെ യാത്രയിൽ ഫർള് നമസ്കാരം പോലും ഞാൻ പറഞ്ഞല്ലോ, 4 2 ഇത് കൃത്യമായിട്ട് നമസ്കരിക്കും. രാത്രിയുടെ ആദ്യ ഭാഗത്തിലും മധ്യഭാഗത്തിലും അന്ത്യത്തിലും പ്രവാചകൻ നമസ്കരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനൊക്കെ നമസ്കരിക്കാം. പക്ഷെ എന്നിരുന്നാലും പിന്നെ സുബഹിയോട് അടുത്ത സമയത്ത് ഒരുപാട് ദുആ ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇനിയിപ്പോ നിസ്കരിക്കണമെങ്കിൽ നിസ്കരിച്ചിട്ട് കുറച്ച് നിസ്കരിച്ച് കടന്ന് നല്ലൊരു 12 മണിക്ക് എണിച്ച് പിന്നെയും കുറച്ച് നിസ്കരിച്ച്, എന്നാലും സുബഹിയോട് അടുത്ത സമയത്ത് വീണ്ടും നമസ്കരിക്കുന്നതാണ് ഉത്തമം അല്ലെ. പിന്നെ ഒരാൾ രാത്രി നമസ്കരിക്കണമെന്ന് വിചാരിച്ച് ഉറങ്ങിപ്പോയാൽ ഈ നമസ്കാരം ഒരു അള്ളാഹു നൽകുന്ന ഒരു സ്വതക്കയാണ്. അള്ളാഹു അവന് നമസ്കരിച്ചതിന്റെ വക്തുബ് ലഹു അജറ സ്വലാത്തു, നമസ്കരിച്ചതിന്റെ പ്രതിഫലം നൽകുന്ന പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതും അതിന് പിന്നെ ഓഫറുകളിൽ പെട്ട ഒരു ഓഫർ തന്നെയാണ്.
നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുന്നു. മാത്രമല്ല അള്ളാഹു എഴുതി മലക്കുകൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇന്ന് രാത്രി കിടക്കുമ്പോൾ നാളെ തഹജ്ജുദ് നിസ്കരിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തിൽ ഇൻഷാ അല്ലാഹ് ഹയാത്ത് ബാക്കിയുടെ തഹജ്ജുദ് നിസ്കരിക്കും എന്ന നിയ്യത്തിലാണ് കടന്നതെങ്കിൽ അതിന്റെ പ്രതിഫലം എഴുതി കഴിഞ്ഞിരിക്കും. പക്ഷെ എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രതിഫലം മായ്ക്കാൻ പറയുന്നില്ല. അത് നമുക്ക് നമ്മുടെ രേഖയിൽ അചഞ്ചലമായി തുടരും അല്ലേ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തഹിയാത്തിലും സുജൂദിലും മാത്രമല്ല അത്തഹിയാത്തിലും ധാരാളമായി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ തഹജ്ജുദ് അള്ളാഹുവിന്റെ മഹത്തായ നിധി എന്നാണ് വിശേഷിപ്പിച്ചത്. ഒരു ട്രഷറാണ് അല്ലേ. ആ നിധി കിട്ടുന്ന എല്ലാവർക്കും ആ ട്രഷർ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ. പകല് നിസ്കാരപ്പായി നടിക്കാത്തോല് നടക്കുമ്പോഴൊക്കെ ദിക്റിന്റെ ഇതുണ്ടല്ലോ, ഇതാ മോതിരട്ട് നടക്കുന്നവർ, അങ്ങനെ പല കാറ്റഗറി ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്കൊന്നും ചിലപ്പോ തഹജ്ജുദ് നമസ്കരിക്കാനുള്ള ഒരു തൗഫീഖ് ഉണ്ടാവണമെന്നില്ല. കാരണം അത് അള്ളാഹു തെരഞ്ഞെടുത്ത ചില വ്യക്തികൾക്ക് ഖുർബത്തുള്ള മുഅ്മിനായ മുത്തഖിയായ സ്വാലിഹായ മുഅ്മിനായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത് നൽകുന്ന ഒരു മഹത്തായ ഔദാര്യമാണ്, മഹത്തായ സമ്മാനമാണ് അല്ലേ. പിന്നെ അവരെ കൊണ്ട് അള്ളാഹു പറയുന്നത് സൂറത്തു സജ്ജദിൽ തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. അവർ പ്രത്യാശയോടും കൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവരുടെ പാർശ്വങ്ങൾ കിടപ്പറയിൽ നിന്ന് ഉയർന്നു അവർ ഇനിയിപ്പോ ഭർത്താവിനോടൊപ്പം എസിയിലാണ് കിടക്കുന്നതെങ്കിലും ഇന്നലെ ഗൾഫിൽ നിന്ന് വന്ന ഭർത്താവാണെങ്കിലും നാളെ ഗൾഫിലേക്ക് പോയിട്ട് ഭർത്താവിനെ കാണാം, അതൊന്നും അവര് നോക്കൂല. അവർ എണീറ്റ് നമസ്കരിച്ചിരിക്കും. സുബ്ഹാനല്ലാഹ്. അവർക്കാണ് അള്ളാഹുവിനോട് കൂടുതൽ ഖുർബത്ത് ഉണ്ടാവുക അല്ലെ. പിന്നെ അത് ചിലർ ചോദിക്കല്ലോ, ഇത് സുന്നത്തല്ല, നിസ്കരിക്കണോ? ഖുർആനിലെ ഒരു സൂറത്ത് തന്നെ അള്ളാഹു അതിനു വേണ്ടി ഇറക്കിയിരിക്കുന്നു. നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കണോന്ന് അറിയില്ല. സൂറത്ത് മുസ്സമ്മിൽ, യാ അയ്യുഹൽ മുസ്സമ്മിൽ, ഹേ വസ്ത്രം കൊണ്ട് മൂടിയവനെ, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, രാത്രി അല്പസമയം എഴുന്നേറ്റ് നമസ്കരിക്കുക. നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല, അതിന്റെ രാത്രിയുടെ പകുതി അല്ലെങ്കിൽ അതിനെ കുറച്ച്, 6 മണിക്കൂർ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച്. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന് തർത്തീല, നിങ്ങൾ ഖുർആന് തർത്തീലായിട്ട് അല്ലെ വർദ്ധിപ്പിച്ച് ഓതിക്കൊള്ളുക. സാവകാശം ഉറക്കനല്ല തിരക്കിട്ട് ഇനി ഓതിപ്പോകണം. കാരണം സമയമുണ്ടല്ലോ, ഫോൺ വിളിക്കാനില്ല, കിച്ചണിൽ പണിയില്ല, ഭർത്താവ് വരാനില്ല, കോളിംഗ് ബെൽ അടിക്കാനില്ല അല്ലെ. നല്ല സമാധാനത്തോടു കൂടി നിസ്കരിക്കാം. ഇന്നാ സനുൽഖിയ അലൈക ഖൗലൻ സഖീല, നിനക്ക് ഞാൻ ഒരു ഭാരമേറിയ വാക്ക് ഇട്ട് തരുന്നതാണ് അല്ലെ. അത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് എന്തോ അള്ളാഹു മഹത്തായ എന്തോ ഒരു കാര്യം നൽകാന്ന് ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇന്ന നാശിയത്ത ലൈലി ഹിയ അശദ്ദു അഖ്വമു ഖീല, തീർച്ചയായും നിനക്ക് പകലിൽ ജോലി തിരക്കിടയിൽ ഭയങ്കര അല്ലെ എഴുന്നേറ്റ് നമസ്കരിക്കാൻ കൂടുതൽ മനസാന്നിധ്യം നൽകുന്നതും വാക്കിനെ കൂടുതൽ നിലനിർത്തുക. അതായത് ആ സമയത്തെ നിസ്കാരം നമ്മളെ എല്ലാ ചിന്തകളിൽ നിന്നും മാറിയിട്ട് നമുക്ക് നല്ലൊരു തഖ്വ കിട്ടുന്ന സമയമാണ് അല്ലെ. ഇന്നലൊക്കെ ഫിന്നഹാരി സബ്ഹം തവീൽ, അതോടെ അള്ളാഹു നമ്മളെ മനസ്സിലാക്കി എഴുതിയ ഒരായത്താണ് അല്ലെ. തീർച്ചയായും നിനക്ക് പകൽ സമയത്ത് ധാരാളം ജോലി തിരക്കുണ്ട്. വദ്കുരിസ്മ റബ്ബിക തബത്തൽ ഇലൈഹി തബ്തീല, അതായത് മറ്റു ചിന്തകൾ വെടിഞ്ഞ് 8 ആയത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നമസ്കാരത്തെ സംബന്ധിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഇതിന്റെ ഒരു പ്രാധാന്യം. ഇതൊന്നും ഇപ്പൊ നമ്മൾ എത്രയോ പ്രാവശ്യം സൂറത്തുൽ മുസമ്മിൽ നമ്മൾ ഓതിപ്പോണുണ്ട് അല്ലെ. പക്ഷെ നമുക്കറിയോ അത് മുസമ്മിൽ ഇതിനു വേണ്ടി ഇറക്കിയതാണെന്നൊന്നും. ഇത് നിസ്കാരം പതിവാക്കുന്നവര് കണ്ടോട്ടെ കേട്ടോട്ടെ എന്നിട്ട് അവര് നമസ്കരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം അള്ളാഹു ഇറക്കിയ ഒരു സൂറത്ത് തന്നെയാണ്. സയ്യിദ് ബിനുൽ മുസയ്യിബ് പറഞ്ഞു, രാത്രി നമസ്കരിക്കുന്നവനാണെങ്കിൽ അള്ളാഹു അവനുടെ മുഖത്ത് പിന്നെ ഓരോ ഹദീസ് പണ്ഡിതന്മാരെ പ്രസ്താവനകൾ വരികയാണ് കേട്ടോ. മുഖത്ത് പ്രകാശം കൊടുക്കുന്നു. എല്ലാ മുസ്ലിങ്ങളും അവനെ ഇഷ്ടപ്പെടുന്നു. ഇവനെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ തന്നെ പറയും, എനിക്ക് അയാളെ കണ്ടാൽ ഇഷ്ടം തോന്നിപ്പോയിട്ടോ, അങ്ങനെ പറയുന്നു. നമ്മളെ ഒരിക്കലും കാണാത്ത ഒരാള് നമ്മളെ കണ്ടാൽ അങ്ങനെ പറയും അല്ലെ. രാത്രി നമസ്കാരം പതിവാക്കുന്നുണ്ട് മുഖത്ത് ഖിയാമത്ത് നാളിൽ അള്ളാഹു പ്രകാശം അള്ളാഹു അല്ല അവനെ കാര്യങ്ങൾ അള്ളാഹു പ്രത്യേകം പരിഗണിക്കും അല്ലെ. തഹജ്ജുദ് നമസ്കാരം ആരോടൊപ്പം ചേർത്ത് മറ്റൊരു വിഭാഗം സൽസ്വഭാവികളാണ് അല്ലെ. മറ്റൊരു വിഭാഗം ആൾക്കാർ അവർക്ക് സൽസ്വഭാവം ഉണ്ടാവും. അതൊരു മഹത്തായൊരു എന്താ പറയുക, ഒരു അമലു സ്വാലിഹാത്താണെന്ന് തന്നെ വേണം. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് സൽസ്വഭാവികൾക്കുള്ളത്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, അത്തരക്കാരിൽ നമ്മളെല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അല്ലെ. പകലിലെ വ്രതവും രാത്രിയിലെ ഉറക്കമൊഴിച്ചുള്ള നമസ്കാരം കാരണം അവരുടെ മുഖങ്ങൾ തിളങ്ങുന്നുണ്ട്. അതായത് സുന്നത്ത് നോമ്പുകൾ ധാരാളമായി പിടിക്കുകയും രാത്രി നമസ്കരിക്കുകയും ചെയ്യുന്നതിന്. ബോറടിച്ചോ? നിർത്തണോ? കുറെ സമയമായി അല്ലേ.
അൽഹംദുലില്ലാ, അതാണിത് പറഞ്ഞ് നിർത്താൻ തോന്നൂല, എന്നാലും കുറച്ചും കൂടെ പറയാണ്. അലി റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, തീർച്ചയായും സ്വർഗത്തിൽ ഒരു മനോഹരമായ വൃക്ഷമുണ്ട്, അതിൽ താഴെയായി സ്വർണ്ണ നിർമ്മിതമായ ഒരു കുതിര നിൽക്കുന്നു. മുത്തും മാണിക്യവും കൊണ്ടാണ് അതിന്റെ കടിഞ്ഞാൺ നിർമ്മിച്ചത്. ഞാനും നിങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല സംഭവം. സ്വർണത്തിന്റെ കുതിര കണ്ടിരിക്കും നമ്മൾ. ഇനിയിപ്പോ ഷോക്കേസിൽ വെക്കുന്ന ഇത്തിരി കുഞ്ഞൻ കുതിരറ്റായിരിക്കും, ഇതല്ല, ഇത് വലിയ ജീവനുള്ള കുതിര അല്ലെ, സ്വർണത്തിന്റെ കുതിര. അതിന്റെ കടിഞ്ഞാണെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കുതിരപ്പുറത്ത് ടിക് 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 അങ്ങനെ പോകുമ്പോ ഇളകുന്നേ, ആ കടിഞ്ഞാണ് മുത്തും പവിഴവും പതിച്ചാണ് ഉള്ളത്. സ്വർണ്ണ ചിറകുള്ള പ്രസ്തുത കുതിരപ്പുറത്ത് ഒരു പറ്റം സ്വർഗവാസികൾ യഥേഷ്ടം പറന്നു നടക്കും. അപ്പൊ താഴെയുള്ളവർ ചോദിക്കും പോലെ, എന്താ ഇത്രയും വലിയൊരു ബഹുമാനം അവർക്ക് കിട്ടാൻ കാലം? ഈ അടിമകൾ എന്ത് അമലാണ് ചെയ്തത് അതൊക്കെ ഇത്രയും പ്രതിഫലം കിട്ടാൻ? അപ്പൊ അള്ളാഹു പറയുന്ന മറുപടി, അതിൽ നമ്മളിപ്പോ നോക്കി, ഇവിടെ ഇപ്പൊ സാധാരണ ലേഡീസൊക്കെ കാർ എടുക്കും, ഒരു മാരുതി കാറ് അല്ലെങ്കിൽ ഒരു നെക്സന്റെ, അല്ല അതിന്റെ എന്താണ് പറയാ, പിന്നെ വേറെ ഏതെങ്കിലും കമ്പനീന്റെ കാർ ഉണ്ടല്ലോ, അതുപോലെ ഹോണ്ട കമ്പനീന്റെ വേറെ ഏതെങ്കിലും ഒക്കെ കമ്പനീന്റെ സാധാ കാറുകളല്ലേ പെണ്ണുങ്ങൾ എടുത്ത്, നേറി വന്ന ഇന്നോവ എടുക്കും. അതിനപ്പുറം ബെൻസൊന്നും അധികം ഇവിടെ നാട്ടിലൊന്നും അങ്ങനെ ആരും എടുക്കില്ല. അപ്പൊ ബെൻസിൽ ഇങ്ങനെ ഒരുത്തി ഇങ്ങനെ ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ അങ്ങനെ വന്ന് പോയി കളിക്കുന്ന നമ്മൾ ചോദിക്കും, ഇത് എന്താണ് എനിക്ക് ഇവിടെ പുതിയാപ്പിളക്ക് ജോലി, ഇത് എന്താണ് എനിക്ക് ഇത്ര വലിയ കാറൊക്കെ കൊടുത്തു വിടുന്നത്, എങ്ങനെയാണ് എനിക്ക് ഒരിക്കൽ പൈസ കിട്ടുന്നത്? നമ്മൾ ചോദിക്കൂലേ, എന്ത് പൈസ ആണെങ്കിൽ അല്ലെങ്കിൽ ഗൾഫുകാരനാണോ, അങ്ങനെ ചോദിക്കൂല. അതുപോലെ അള്ളാഹു ചോദിക്കും അത്ര, ഈ സ്വർണത്തിന്റെ കുതിരമേല് കടിഞ്ഞാണും പിടിച്ച് ഇങ്ങനെ സ്വർഗത്തിൽ അസൂയ ഉണ്ടാവൂല കേട്ടോ, അത് പേടിക്കണ്ട. പക്ഷെ എന്നാലും നമ്മൾ കണ്ട അത്ഭുതം കൊണ്ട് ചോദിച്ചല്ലോ, അള്ളാഹു ഇപ്പൊ നിങ്ങളൊക്കെ എന്തേനും ചെയ്തു അള്ളഹാനോടാ ചോദ്യം. അപ്പൊ അള്ളാഹു പറയുമല്ലേ, നിങ്ങൾ രാത്രിയായി ഉറങ്ങുമ്പോൾ, രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അവർ എഴുന്നേറ്റ് നമസ്കരിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ അവർ നോമ്പുകാരായിരുന്നു. നിങ്ങൾ പിശുക്ക് കാണിച്ചപ്പോൾ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിച്ചിരുന്നു. നിങ്ങൾ ഭീരുത്വം കാണിച്ചപ്പോൾ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയിരുന്നു അല്ലെ. അതായത് അള്ളാഹുവിന്റെ മാർഗത്തില് പിന്നെ ദഅവ ചെയ്യുകയും പിന്നെ ക്ലാസ്സുകൾ എടുക്കി ആളുകളെ നന്നാക്കി, അതാണ് ധർമ്മസമരം എന്ന് അറിയുന്നത്. നമുക്കിപ്പോ യുദ്ധം ഇല്ലല്ലോ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേക കോഴ്സ് പഠനം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു കോഴ്സാണ്. ആ കോഴ്സ് പിന്നെ അതുപോലെ ലേഡീസിനെ 3 മാസം കൊണ്ട് അവർക്ക് ധൈര്യമുള്ള പ്രാസംഗികരാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സ്. പിന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ്, ഞങ്ങളുടെ കോഴ്സിൽ PG ഉള്ളവർ വരെ ചേർന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ PGയിൽ അവർ പഠിച്ച കാര്യങ്ങൾ അവർക്ക് അറിയാമെന്നല്ലാണ്ട് ഇതിൽ അവർക്കൊന്നും ഇല്ല. നമ്മൾ ആളുകളായിട്ട് സംസാരിക്കാനൊരു ഇംഗ്ലീഷ് പരിജ്ഞാനം കിട്ടുന്നില്ല. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, ഒരു എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള അവസരത്തിലൊക്കെ ഇംഗ്ലീഷ് പഠിച്ചവർക്ക് പോലും അടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ കോഴ്സ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് വേണമെങ്കിൽ അതും ചെയ്യാം. അതും അല്ലെങ്കിൽ ഈ പ്രസംഗ പരിശീലന കോഴ്സ്. ഇതിൽ പല പെണ്ണുങ്ങളും തീരെ ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കും. കുറെ ഖുർആൻ ഹദീസൊക്കെ അവർക്ക് അറിയാം, ഭയങ്കര പൂതിയുണ്ട് ദഅവ നടത്തണം, പക്ഷെ അവർക്ക് പറ്റുന്നില്ല. എന്നുവെച്ചാൽ പേടി, കുറവ്, നാണം, ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവോ, എനിക്ക് അറിയോ ആ ഹദീസ്, അല്ലെങ്കിൽ ആ ഹദീസ് ശരിയാണോ തെറ്റാണോ, അങ്ങനെ കണ്ട പല സംശയങ്ങൾ, അവരെ നെഗറ്റീവ് തോട്ട്സ് അവരെ പുറകോട്ട് വലിക്കുന്നത്. അവർക്കെല്ലാം ധൈര്യം കൊടുത്ത് ഒരു ഇൻഫ്ലുവൻഷ്യൽ മനുഷ്യ മനസ്സുകളിൽ പിന്നെ പ്രചോദനം നടത്തുന്ന നല്ലൊരു പ്രാസംഗികരായിട്ട് അൽഹംദുലില്ലാ ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ആർക്കെങ്കിലും ചേരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ 2 കോഴ്സിലും ചേരാനുള്ള നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ചേരാം ഇൻഷാ അല്ലാഹ്. ബില്ലാഹി തൗഫീഖ്. അപ്പം പിന്നെ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ കുതിരപ്പുറത്ത് പോണ പെണ്ണുങ്ങളെ കണ്ടപ്പോൾ അള്ളാഹ് പറഞ്ഞ മറുപടി എന്താണ്? എല്ലാവരും സുഖമായി ഉറങ്ങുമ്പോൾ അവർ രാത്രി ഉണർന്ന് തഹജ്ജുദ് നമസ്കരിച്ചിരുന്നു. അവർ എല്ലാവരും പിശുക്കി ഡ്രസ്സൊക്കെ വാങ്ങി അടിച്ചു പൊളിച്ച് കല്യാണപ്പുര കുടുംബം മറ്റോല് പാവപ്പെട്ടവരെ കല്യാണത്തിന് ധനം ചെലവഴിച്ചിരുന്നു. പിന്നെ മൂന്നാമത്തത് പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ച് അടിച്ചു പൊളിക്കുമ്പോൾ അവര് നോമ്പുകാരായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് പറഞ്ഞത് അവർ ധർമ്മസമരം നടത്തിയില്ലേ. അപ്പൊ നമ്മള് സമരം എന്താണ്? ദഅവ നടത്തൽ അല്ലേ. എന്തെങ്കിലും ഒരു ഹദീസ്, ഇപ്പൊ ഞാൻ തന്നെ പിന്നെ ഇതിന്റെ എന്താണ് ളുഹാ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് എല്ലാ ക്ലാസ്സിലും കുട്ടികൾക്ക് നന്നായിട്ട് കൊടുത്തിട്ട് അവര് അതിന് പരീക്ഷക്ക്
പിന്നെ ലുഹാ നമസ്കാരത്തിന്റെ പിന്നെ ടോപ്പിക് കൊടുത്ത് അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കും. അങ്ങനെ പ്രസംഗിപ്പിച്ച് അവര് ആ ക്ലാസ് അവരുടെ ഫാമിലിയിലും കൊടുത്ത് അവരും നിസ്കരിക്കുന്നുണ്ട്, അവരും അതിന്റെ പ്രത്യേകതകൾ പഠിച്ച്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാത്ത ഒരുപാട് കർമ്മങ്ങളെ കൂലിയും കൂടെ നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ സ്വർഗത്തിലെ കുതിരപ്പുറത്ത് അടിച്ചു പൊളിച്ച് ഒരു 5-10 പെണ്ണുങ്ങൾക്കൊക്കെ അമേരിക്കയിലൊക്കെ പോയി വരണമെങ്കിൽ എന്ത് വേണം? തഹജ്ജുദ് നമസ്കാരം നിലനിർത്തണം അല്ലെ. അവിടെ ഇപ്പൊ അമേരിക്കയൊന്നും ആവൂല, അതിനേക്കാളും വലിയ 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 എന്തൊക്കെ ഉണ്ടാവും അല്ലെ. നമ്മൾ ഇവിടുന്ന് പോണ ടൂറ് പോണ വലിയ വലിയ സ്ഥലങ്ങളിൽ സ്വിറ്റ്സർലാൻഡ് അമേരിക്കയൊക്കെ ആണെങ്കിൽ അവിടെ അതൊന്നും ആവില്ല. അതിനേക്കാൾ മഹത്തരമായ പല സ്ഥലത്തും നമുക്ക് പോകാൻ സാധിക്കും. മാത്രമല്ല അവിടെ പൈസ വിഷയമല്ല. അമ്മായിയമ്മ മദറിൻലോന്റെ ചൊറിച്ചല് കേൾക്കണ്ട, ഭർത്താവിന്റെ പൈസ ചോദിക്കേണ്ട, സമ്മതവും വിഷയമല്ല. കാരണം ഇഷ്ടം പോലെ ഭർത്താവ് നമ്മൾ എന്ത് ചോദിച്ചാലും നൽകുന്ന ഒരു ഭർത്താവായിരിക്കും നമുക്ക് അവിടെ കിട്ടുക. അപ്പം ഇഷ്ടമില്ലാതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയെ താങ്കൾ ജീവിക്കുക, താങ്കളും മരണപ്പെടും, ഇഷ്ടമുള്ളതെല്ലാം പ്രവർത്തിക്കുക, അതിനെല്ലാം നാളെ പ്രതിഫലം നൽകപ്പെടും അല്ലെ. നബിയോട് പറയാണ് താങ്കൾ ജീവിക്കുക, താങ്കളും മരണപ്പെട്ട ഭൂമിയിൽ എന്തെല്ലാം നന്മകൾ ചെയ്തു അത് നിങ്ങൾക്ക് അവിടെ കിട്ടും. സ്നേഹിക്കുക, കാരണം താങ്കൾ ഇവിടെ നിന്ന് വിട പറയാനുള്ളതാണ്. പിന്നെ ഈ സമയത്തെ ദുആകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ദുആ ചെയ്യാനായിട്ട് എടുക്കുക. അന്ന അധികം ആളുകൾ നമുക്ക് തരണേ അത് തരണേ ഇത് തരണേ, മക്കൾക്ക് ജോലി തരണേ, വീട് നന്നാക്കണേ, കണ്ണമ്മൻട്രി ആക്കണേ, നമുക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണേ, ഇങ്ങനെ ഒരു 10,000 കാര്യങ്ങൾ പറയും. പക്ഷെ നമുക്ക് എന്തെങ്കിലും അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളെ തുറിച്ചിട്ട് ഒരുപാട് ഇങ്ങനെ അള്ളാഹിനോട് ഇങ്ങനെ വിളിച്ച് പറയാലോ, എനിക്കത് തന്ന റബ്ബേ, ഇത് തന്ന റബ്ബേ, എൻ്റെ പ്രായത്തിലുള്ളവർ പലരും പല അസുഖങ്ങളായിട്ടിരിക്കുമ്പോൾ ഞാനിതാ ഓടിച്ചാടി നടക്കുന്നുണ്ട് റബ്ബേ, നിന്റെ അനുഗ്രഹമാണ് റബ്ബേ, വീട്ടിൽ ബാത്റൂം ഉള്ളതുകൊണ്ട് എനിക്ക് ഏത് സമയത്ത് എണിച്ച് താജുസ്കരിക്കാൻ പറ്റുന്നുണ്ട് റബ്ബേ. അങ്ങനെ കുറേ അനുഗ്രഹങ്ങളും വിളിച്ചു പറയില്ല. ശകർത്തും അസീദന്നക്കും ല്ലേ. ഒരുപാട് നന്ദി കാട്ടുന്നതിന് അതിനേക്കാളേറെ അള്ളാഹു നൽകും. പിന്നെ നമുക്ക് ഹൃദയ സാന്നിധ്യം ലഭിക്കും, വാക്കുകളെ കൂടുതൽ നേരെ നിലനിർത്താൻ സാധിക്കും, ദാവാ പ്രവർത്തനത്തിനുള്ള ഊർജം ലഭിക്കും. ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിന്റെ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഒരു ക്ലാസ് ദാവാ കോഴ്സ് തുടങ്ങിയപ്പോൾ പെണ്ണുങ്ങളെ പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്ന മെയിൻലി അവർ ദാവ നടത്താനാണ്. അപ്പൊ അൽഹംദുലില്ലാ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മളെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിൽ കുറേ എൻ്റെ സ്റ്റുഡൻസ് വന്ന് പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദാവ നടത്താനുള്ള ഒരു ഊർജം. അപ്പൊ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ചിലർക്കൊന്നും ഫീസ് ഇല്ല, ചേരാൻ പറ്റൂല. അപ്പൊ ഫീസില്ല, നമുക്ക് ഫീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ പലർക്കും ഇളവുകൾ നൽകിയാണ് ഗ്രൂപ്പിലേക്ക് ചേർത്താൽ. അപ്പം അവർ പറയാം, നമുക്ക് പണ്ടേ ചെറുപ്പത്തിലേ ഉള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു പ്രാസംഗികരാവുക എന്നുള്ളത്. അതിപ്പോ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ അതിന് പേടി മാറി, ധൈര്യം കിട്ടി, പ്രസംഗിക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായി. അങ്ങനെ കുറെ ആളുകൾ പറയുന്നുണ്ട്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. അങ്ങനെ ധാരാളം സ്ത്രീകൾ, ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ജോലി, ഓഫീസ് എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ ഓടുന്ന വണ്ടികളാണല്ലേ. അപ്പോൾ നമ്മളെപ്പോലുള്ളവര് എന്തെങ്കിലുമൊക്കെ ദഅവ നടത്തിയിട്ട് വേണം ഇനി നെക്സ്റ്റ് ന്യൂ ജനറേഷൻ ആളുകളെയും കൂടെ ഇതിലേക്ക് കൊണ്ടുവരുവാൻ. അപ്പൊ സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. ഈ വിഷയത്തിൽ അള്ളാഹുവിനെ തഹജ്ജുദിനെ സംബന്ധിച്ച് നമ്മൾ എടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ തഹജ്ജുദിന്റെ സമയത്ത് ഓതി നമസ്കരിക്കാനുള്ള ഒരു ദുആന്റെ ബുക്ക് ഉണ്ട്. ആ ബുക്ക് പിന്നെ അവൈലബിൾ ആണ്. അതുപോലെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ആ ബുക്ക് കേട്ടോ. ആ ബുക്ക് ഒരുപാട് ദുആകൾ ഉൾക്കൊള്ളുന്ന ബുക്കാണ്. മാത്രമല്ല അതിൽ പിന്നെ വേറെയും കുറെ കാര്യങ്ങൾ പറയുന്നു. കുറെ കാര്യങ്ങൾ മീൻസ് എന്താ പിന്നെ നമുക്ക് ആവശ്യമുള്ള, നമ്മൾ ദുആ ചെയ്യാത്ത ഒരുപാട് സാധാരണ നമ്മളെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്കിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് വെച്ച് ദുആ ചെയ്യുന്ന ആൾക്കാർ ഇതെന്താ വെച്ചാൽ അവർക്ക് വീണ്ടും വീണ്ടും ദുആ ചെയ്യണമെങ്കിൽ ആ ബുക്ക് കീറിപ്പോയാൽ പിന്നെ അതിന് പകരം കിട്ടുന്നവരെ അവർക്ക് ദുആ ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരവസ്ഥയിലേക്കാണ്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. അങ്ങനെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി ചെയ്യാനും സത്യവിശ്വാസികളായി ജീവിച്ചുകൊണ്ട് സത്യവിശ്വാസിയായി മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.